ഇതിൻ്റെ ഓപ്ഷൻ എഴുതണം. ഓക്കെ ഓക്കെ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് സെഷൻ, ഇന്നത്തെ എക്സാമിൻ്റെ 5th April സെക്കൻഡ് സ്ലോട്ട് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആവുന്നതനുസരിച്ച് സബ്ജക്റ്റ് മാറി മാറി ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബൈനോമിയൽ തിയറത്തിലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി സിമ്പിൾ. 3^1/5 plus x plus 2x by 5^1/3 whole raised to 12. Find which term is constant. ഏതാണ് കോൺസ്റ്റന്റ് ടേം എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ടേം ഈസ് കോൺസ്റ്റന്റ്? എന്ത് ചെയ്യും? റൈറ്റ് ഇറ്റ്സ് ജനറൽ ടേം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, NCERT ക്വസ്റ്റ്യൻ. General term is NCR a raised to n minus r 3^1/5 by x the whole raised to 12 minus r b raised to r 2x by 5^1/3 the whole raised to r. NCR a raised to n minus r b raised to r. Constant term means എക്സിൻ്റെ പവർ 0 അല്ലേ, പവർ ഓഫ് എക്സ് ബിക്കം 0. കഴിഞ്ഞ സ്ലോട്ടിലും ഉണ്ടായിരുന്നു ഇതുമായി കണക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ഈക്വൽ ടു, ടേം ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് എക്സിൻ്റെ പവർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് ഈ കോൺസ്റ്റന്റ് ടേമുകളെല്ലാം റീഅറേഞ്ച് ചെയ്ത് കോഎഫിഷ്യൻ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെക്ക് വിച്ച് ടേം, എത്രാമത്തെ ടേം എന്ന് ചോദിച്ചിട്ടുള്ളൂ. ടേം ഏതാണെന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഎഫിഷ്യൻറ്റുകളെല്ലാം എടുത്ത് വാല്യൂ ആറിൻ്റെ കൊടുത്തിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ അതൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സിൻ്റെ പവർ മാത്രം ഒന്ന് നോക്കാം. ഇവിടെ x⁻⁴ വരും, ഇവിടെ ബൈ x⁻12 മൈനസ് ആറും വരും. വിച്ച് ഇസ് ഈക്വൽ ടു x⁻r മൈനസ് 12 മൈനസ് 6 വരും, a⁻m/a⁻m, വിച്ച് ഇസ് ഈക്വൽ ടു x⁻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2r മൈനസ് 12 കിട്ടും. എക്സിൻ്റെ പവർ ഞാൻ ബാക്കിയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, കാരണം ടേം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, വിച്ച് ടേം എന്നേ ചോദിച്ചിട്ടുള്ളൂ. സി ദിസ് പവർ ഈക്വൽ ടു 0. ദാറ്റ്സ് എ കോൺസ്റ്റന്റ് ടേം. വി ഗെറ്റ് r is equal to 6. r is equal to 6. പക്ഷെ ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്, നമുക്ക് ഓപ്ഷൻ എഴുതിയിട്ടില്ല. ഓപ്ഷൻ മിക്കവാറും 6th ഉണ്ടാവും, 7th ഉണ്ടാവും, 8th ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 6th എന്ന് മാർക്ക് ചെയ്താൽ ചെറിയൊരു പണി കിട്ടും, ചെറിയൊരു ശ്രദ്ധക്കുറവ് മാത്രം. വിച്ച് ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആറിൻ്റെ വാല്യൂ ആണ് 6 കിട്ടിയിരിക്കുന്നത്. ജനറൽ ടേം ഈസ് റിട്ടൺ ആസ് r+1th ടേം. ജനറൽ ടേം ഈസ് r+1th ടേം. ഹിയർ r is 6 but ടേം ഈസ് r+1th ടേം, 6+1th term, that is 7th term. So correct option is 7th term. അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് സീക്വൻസ് AP-യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിളാണ്, കാരണം 3 numbers are in AP. ഏതാണ്? 4^1 plus x, 4^1 minus x, k/2, 16^x plus 16^-, are in AP. Then the least value of k. Then the least value of k. 3 numbers AP-യിലാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന റിസൾട്ട് 2b is equal to a plus c. അത് മാത്രം ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 into k/2, middle term is k/2, is equal to 4^1 plus x plus 4^1 minus x. This become a. Plus c, 16^x plus 16^-, okay. 2 cancel, k is equal to, ഇതൊന്ന് ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. 4 into 4^x plus 4 by 4^x.
plus 4 raised to 2x plus 1 by 4 raised to 2x. A raised to minus m is 1 by a raised to. So k is equal to what? ഒരു 4 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ 4 raised to x plus 1 by 4 raised to x plus 4 raised to 2x plus 1 by 4 raised to 2x. ഇവിടം വരെ നിങ്ങൾ എത്തും. പക്ഷെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനല്ല, ലീസ്റ്റ് വാല്യൂ ഓഫ് കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് വാല്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം വാല്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റിയുടെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഏതായിരുന്നു ഐഡിയ? ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, എ ഇസ് എ പോസിറ്റീവ് നമ്പർ, then a plus 1 by a greater than or equal to 2. When a is equal to 1, we get answer 2. Next, if a less than 0, a plus 1 by a less than or equal to minus 2. Maximum value is minus 2. We get that minus 2 at a is equal to minus 1. ഇത് ഇനീക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു റിസൾട്ടാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് അതിൻ്റെ പ്രസക്തി? നമുക്ക് തീർച്ചയായിട്ടും പറയാം, ഈ 4 raised to x എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. a raised to x is an exponential function. Here 4 raised to x. 4 raised to x is an exponential function. Its answer is from 0 to infinity. ഇതിൻ്റെ റേഞ്ച് 0 to infinity ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഈ 4 raised to x എന്ന് പറയുന്ന ടേം പോസിറ്റീവ് ആണ്. ഈ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. a plus 1 by a greater than or equal to 2. So this quantity is greater than or equal to 2 and this quantity is also greater than or equal to 2. So our answer, k greater than or equal to 4 into 2 plus 2. So k greater than or equal to 10. The least value of k is 10. Very simple. Okay. Goes to next question. See the third one. It's from permutation combinations. 50th word in the dictionary using the letters B, B, H, J, O is. ഇതിനകത്ത് 50th word എന്താ? ഇതാണ് ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ എൻ സി ആർ ടിയിലുണ്ട് അല്ലേ? നാഗി എന്ന് പറഞ്ഞൊരു വേർഡ്, അതിനകത്ത് 50th വേർഡ് ഏതാണ്? മിസലേനിയസ് എക്സാമ്പിളിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻ സി ആർ ടിയിലെ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതിൽ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നോക്കൂ, ഡിക്ഷണറിയിൽ വേർഡ് അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്നത് അല്ലേ? ബി, ബി, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ. ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ വേർഡ്സ് എഴുതേണ്ട കാര്യമില്ല, കാരണം ഇതിനകത്ത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വരും. അപ്പോൾ 5 into 4 into 3 കിട്ടും. 60 വേർഡ്സ് കിട്ടും. കംപ്ലീറ്റ് വേർഡ് വേണ്ട, നമുക്ക് ഇങ്ങനെ ഡിക്ഷണറിയിൽ എഴുതി വരുമ്പോൾ 50th പൊസിഷനിൽ ആര് വരുന്നു എന്ന് നോക്കിയാൽ മതി. 50th പൊസിഷനിൽ ആര് വരുന്നു എന്ന് ചോദിച്ചാൽ 50ക്ക് മുൻപ് എത്ര പേര് ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. ബാക്കിൽ നിൽക്കുന്നവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളൊരു ലൈനിൽ 50th പൊസിഷനിലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുൻപിൽ എത്ര പേരുണ്ട്, നിങ്ങളുടെ പുറകിൽ ആരുന്നാ നിങ്ങൾക്ക് എന്താ പ്രശ്നം? സി, അപ്പോൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് നോക്കാം. ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡുണ്ട്? ബി അവിടെ ഫിക്സ് ചെയ്തു. ബാക്കി 4 letters ഉണ്ട്. This can be arranged in 4 factorial ways, which is equal to 4 factorial, 4 into 3, 12, 12 into 2, 24. ബി കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നിങ്ങൾ എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡായിരിക്കും അല്ലേ? ഡിക്ഷണറിയിൽ
എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ് ഉണ്ടായിരിക്കും? എച്ച് അവിടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വേർഡ്സ് ഉണ്ടാവും. റീസൺ, എച്ച് അവിടെ ഫിക്സ് ചെയ്തു, റിമൈനിങ് ബി ബി ജെ ഒ അതല്ലേ ബാക്കിയുള്ളത്. റിമൈനിങ് ദർ ആർ ബി ബി ജെ ഒ. ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. ഈ വൈറ്റ് ലെറ്റേഴ്സ് എല്ലാം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ 2b, 2b അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പറ്റേഷൻ വരുന്നു. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എത്ര കിട്ടും? 24/2 12 കിട്ടും. ഓക്കെ. എച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കാണുന്നത് ബി കഴിഞ്ഞു, എച്ച് കഴിഞ്ഞാൽ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡായിരിക്കും. ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് എടുത്താലും സെയിം സിറ്റുവേഷൻ തന്നെയായിരിക്കും. 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ, ആൻസർ ബിക്കം 12. നോക്കൂ, ഇപ്പം നിങ്ങൾക്ക് 48 വേർഡ്സ് കിട്ടി. 48. ഇനിയുള്ള വേർഡ് എഴുതുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ എഴുതുന്നത് ജെ കഴിഞ്ഞാൽ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്, ഓ ഫിക്സ് ചെയ്തു. ഇനി ബാക്കിയുള്ള പ്ലേസിൽ നമ്മൾ ആൽഫബറ്റിക് നോക്കുകയാണ്. ബാക്കിയുള്ള പ്ലേസിൽ ആൽഫബറ്റിക് നോക്കുകയാണ്. അതാണ് 49th വേർഡ്. ഇത്രയും വേർഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര വേർഡ്സ് എത്തി? 48 വേർഡ്സ് എത്തി. ഓക്കെ. 49th വേർഡ്സിലേക്ക് വരുവാണ്. അപ്പോൾ അത് ഓയിൽ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത പ്ലേസിൽ നമുക്ക് ആൽഫബറ്റിക്കൽ എഴുതാം കേട്ടോ. ബി ബി എച്ച് ജെ. ഇതായിരിക്കും ഈ 48 വേർഡ് കഴിഞ്ഞാൽ ബിയിൽ, എച്ചിൽ, ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് കഴിഞ്ഞാൽ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓയിൽ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത പ്ലേസിൽ കറക്റ്റ് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഡിക്ഷണറി പോകുന്നത്. ദെൻ നമുക്ക് ആവശ്യമുള്ള വേർഡിലേക്ക് വരുവാണ് 50th വേർഡ്. ഓയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത പ്ലേസിൽ അതുപോലെ തന്നെ നമ്മൾ നിർത്തും ആൽഫബറ്റിക് ഓർഡർ. ബി ബി. നെക്സ്റ്റ് പ്ലേസിൽ എച്ച് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എച്ചിലുള്ള വേർഡ് കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും കാണുന്നത്? ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡായിരിക്കും. അപ്പോൾ ജെയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു ലെറ്റർ അവിടെ ബാക്കി കിടപ്പുണ്ട്, അത് ഇവിടെ നമ്മൾ എഴുതും. ഓക്കെ. ഇപ്പം ഇവിടെ നമ്മൾ കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഇനി ഇപ്പുറത്തെ പൊസിഷനിലേക്ക് ചാടും. ഇവിടെ ഈ ആൽഫബറ്റിക്കിൽ ബി കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ആൽഫബറ്റിക് എച്ച് ഇട്ട് കൊടുത്ത് നോക്കും. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള വേർഡ് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? 50th വേർഡ്. ഇതാണ് 50th വേർഡ്. ഓക്കെ. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യും? ഓപ്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ ഒ ബി ബി എച്ച് ജെ, അത് 49. സെക്കൻഡ് ഓപ്ഷൻ ഒ ബി ബി ജെ എച്ച്, ഇതാണ് 50th വേർഡ്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത 3 ക്വസ്റ്റ്യനും NCERT ലെവൽ മാത്രം. അതിനകത്ത് ആ സീക്വൻസിലെ ക്വസ്റ്റ്യൻ മാത്രം ഇൻഇക്വാളിറ്റിയിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ഒന്ന് ഓർത്തിരിക്കണം. കീം ലെവലിലൊക്കെ നിങ്ങൾ പഠിക്കുന്നത്. ബാക്കി 2 ക്വസ്റ്റ്യനും ഉള്ളി NCERT. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ അടുത്ത സബ്ജക്റ്റിൻ്റെ സാർ വരും. ഓക്കെ.
രണ്ട് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് യെസ്. ചിൽഡ്രൻ, നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ കൂടി മാത്തമാറ്റിക്സ് കിട്ടിയിട്ടുണ്ട്. രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് ചോദിച്ച ടൈപ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ തന്നെയാണ് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ കൂടി അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ഓഫ് എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 5 പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 7 മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് വേണം. നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ -5 വരും, -5, പിന്നെ -7 വരും. അപ്പോൾ ഇവിടെ 3 കേസ് വരും. -7നേക്കാൾ കുറവുള്ളത്, -7നും -5നും ഇടയ്ക്കുള്ളത്, -5നേക്കാൾ കൂടുതലുള്ളത്. അങ്ങനെ കേസ് 1, 3 കേസ് വരും. നമുക്ക് കേസ് 1 നോക്കാം. കേസ് 1 -5നേക്കാൾ അങ്ങോട്ടേക്ക് കൂടുതലുള്ളത്, x ഗ്രേറ്റർ ദാൻ -5. x ഗ്രേറ്റർ ദാൻ -5 എന്ന് പറയുമ്പോൾ അതെല്ലാം തന്നെ പോസിറ്റീവ് ആവും. അപ്പോൾ x ഇൻറ്റു എക്സ് പ്ലസ് 5 പോസിറ്റീവ് ആവും, പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 7 മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 12 ഈക്വൽ ടു 0. ഇത് നമുക്ക് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0 ഫാക്ടറൈസ് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു -3, എക്സ് ഈസ് ഈക്വൽ ടു -4. തീർച്ചയായിട്ടും എക്സ് ഈക്വൽ ടു -3ഉം എക്സ് ഈക്വൽ ടു -4ഉം -5നേക്കാൾ വലുതാണ്. ഇവിടെ വരുള്ളൂ അല്ലേ? ഇവിടെ -4 വരും, അതിനപ്പുറത്ത് -3 വരും. അപ്പോൾ ഈ രണ്ട് റൂട്ട്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 2 റൂട്ട്സ് ഇവിടെ നിന്ന് കിട്ടും നമുക്ക്. ഇവിടെ നിന്ന് 2 റൂട്ട്സ് കിട്ടും നമുക്ക്, 2 റൂട്ട്സ്. അതുപോലെ അടുത്ത കേസ് എടുക്കാം. കേസ് 2-ൽ എക്സിന്റെ വാല്യൂ എന്തിനൊക്കെ ഇടയ്ക്കായിരിക്കണം? ഇവിടെ ആയിരിക്കണം. -5നും -7നും -5നും ഇടയ്ക്ക്. -7 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -5. അതാണ് കേസ് 2. ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു -7 ആകുമ്പോൾ അത് നെഗറ്റീവ് ആവും, അപ്പോൾ മൈനസ് ആവും. എക്സ് പ്ലസ് 5 അത് നെഗറ്റീവ് ആവും. ഇനി -7നും -5നും ഇടയ്ക്കാണെങ്കിലോ എക്സിന്റെ വാല്യൂ അത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 7 മൈനസ് 2 ഈക്വൽ ടു 0 വരും. കണ്ടോ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -x സ്ക്വയർ -5x പ്ലസ് 2x പ്ലസ് 14 മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ -x സ്ക്വയർ -3x പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 12 ഈക്വൽ ടു 0. 14 മൈനസ് 2 പ്ലസ് 12. എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 12 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 12 ഈക്വൽ ടു 0. അതിന്റെ സൊല്യൂഷൻ കാണുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി -b -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ 9 b സ്ക്വയർ മൈനസ് 4ac 48 divided by 2. That is -3 plus or minus root of 57 by 2 approximately. അപ്പോൾ അത് ചെക്ക് ചെയ്യണം.
-3 പ്ലസ് ഓർ മൈനസ് 4ac. ചെക്ക് ചെയ്യുമ്പോൾ റൂട്ട്സ് വരൂ. -7 -5 ഇടയ്ക്ക് റൂട്ട്സ് വരുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. റൂട്ട് 57 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 7 പോയിന്റ് വരും. -3 + 7 ആണെങ്കിൽ 4/2 വരില്ല, 2 അപ്പുറത്തേക്ക് മാറൂലേ. പിന്നെ -3 -57 ആണെങ്കിൽ -3 -7 -10/2 അതും വരില്ല, അതിനേക്കാൾ കൂടുതൽ വരും. സോ ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. -7 -5 ഇടയിൽ വരില്ല, വരുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ഉള്ളത് കേസ് 3 ആണ്. കേസ് 3യിൽ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ -7 ആണ്. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ -7, എക്സ് ലെസ് ദാൻ -7. നമ്മൾ ആദ്യം എക്സ് ഗ്രേറ്റർ ദാൻ -5 എടുത്തു, പിന്നെ ഇതിനിടയ്ക്ക് എടുത്തു, ഇനി എക്സ് ലെസ് ദാൻ -7. അതാണ് അടുത്തത്. എക്സ് ലെസ് ദാൻ -7 ആവുമ്പോൾ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -(x) ഇൻറ്റു എക്സ് അത് നെഗറ്റീവ് ആവും. പിന്നെ -2 ഇൻറ്റു എക്സ് പ്ലസ് അത് നെഗറ്റീവ് ആവും. -2 = എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -x² -5x -2x -14 -2 = 0 എന്ന് വരും. x² + 7x + 16 = 0. ഇവിടെ b² - 4ac കാണുമ്പോൾ b² 7² വരും 49, 4ac 64, 49 - 64 അത് റിയൽ റൂട്ട്സ് വരില്ല, ഒരിക്കലും വരില്ല. കാരണം അതിന്റെ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണ്, b² - 4ac. അപ്പൊ ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഇസ് 2. 2 is the answer. 2 is the answer. Number of real roots is 2. Okay. മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് ഇന്റഗ്രേഷൻ ചോദിച്ചിട്ട് ഏരിയ അണ്ടർ ദി കർവ് ചോദിച്ചിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏരിയ ബൗണ്ടഡ് ബൈ ഇതാണോ? ഓക്കെ. സാറ് വേറൊരു സാറ് വരും, എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, ഒരേ ചെയ്ത് കഴിഞ്ഞു. ഇനി കിട്ടിയിട്ടോ? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് ചെയ്യാം. ഇത് നമുക്കൊരു ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ കർവ് എങ്ങനെ ഇരിക്കും നോക്കാം അല്ലേ. ഈ നമുക്ക് വേണ്ടത് ഏരിയ ബിറ്റ്വീൻ y = x mod x. x mod xന്റെ ഗ്രാഫ് എങ്ങനെ വരാം? x mod xന്റെ ഗ്രാഫ് എങ്ങനെ വരാം? ഫോർ പോസിറ്റീവ് എക്സ്, ഫോർ പോസിറ്റീവ് എക്സ് ഇത് x² ആവും അല്ലേ, x × x. അപ്പോൾ ഈ ഒരു റീജിയനിൽ ഫോർ x > 0 ഈ റീജിയനിൽ എങ്ങനെ വരും? ഈ ഒരു പരബോളയുടെ പാർട്ടാണ് വരാം, y = x² പോലെ ഈ ഒരു പാർട്ട്. ഫോർ നെഗറ്റീവ് എക്സ് എന്താ വരാം? ഫോർ x < 0. ഫോർ x < 0 നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇത് x mod x, x < 0 എന്ന് പറയുമ്പോൾ ഇവിടെ -x വരും. അപ്പോൾ അത് ഇൻവെർട്ട് ചെയ്ത് വരയ്ക്കണം, ഇങ്ങനെയാണ് വരാം. ഓക്കെ, ഈ ഒരു പാർട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇനി y = -2 mod x ഇതെങ്ങനെ വരയ്ക്കാം? y = mod x എങ്ങനെ വരയ്ക്കാം? y = mod x, y = mod x ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു അല്ലേ. y = mod x ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ y = -mod x, അത് -2 mod x. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ x ആക്സിസിനെ അബൌട്ട് റിഫ്ലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു പോർഷൻ വരും, ഇങ്ങനെ ഒരു പോർഷൻ വരും. അപ്പോൾ അബൌട്ട് ദി x ആക്സിസ് റിഫ്ലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട ഏരിയ എന്താന്ന് നോക്കൂ. നമുക്ക് വേണ്ട ഏരിയ ഇതാണ്, ഈ ഒരു റീജിയൻ അല്ലേ, ഈ ഒരു റീജിയൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ റീജിയൻ വേണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ, ഈ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം.
ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് നമ്മൾ പഠിക്കുന്നത് y സ്ക്വയർ ഈക്വൽ ടു 4ax വരുമ്പോഴാണ്. y സ്ക്വയർ ഈക്വൽ ടു 4axും, അതായത് പാരബോള y സ്ക്വയർ ഈക്വൽ ടു 4ax, ഈ ടൈപ്പ് പാരബോളയും ആൻഡ് എ ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ y ഈക്വൽ ടു mx, ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ കർവ് എന്താ? y സ്ക്വയർ ഈക്വൽ ടു 4ax, y സ്ക്വയർ ഈക്വൽ ടു 4ax, ലൈൻ y ഈക്വൽ ടു mx ഫോർമുല ആണെങ്കിൽ ഈ ഏരിയ എന്തായിരിക്കും? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഏരിയ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 8a² എന്ന് കിട്ടും. ഓക്കെ, 8a² എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഇവിടെ നമുക്ക് പരബോള y ഈക്വൽ ടു x² ആണ്. y സ്ക്വയർ ഈക്വൽ ടു 4ax പോലെയല്ല, x² ഈക്വൽ ടു 4ay പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇവിടെ ഫോർമുല മാറ്റണം. അപ്പോൾ ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിനെ പരബോള നമുക്ക് എന്താണ് y സ്ക്വയർ ഈക്വൽ ടു 4ax അല്ല, അപ്പോൾ x² ഈക്വൽ ടു 4ay ആണെങ്കിൽ, അപ്പോൾ ലൈനിനെ നമുക്ക് y ഈക്വൽ ടു mx എന്ന് പറയുന്നതിന് പകരം x ഈക്വൽ ടു my പോലെ ആക്കാം. എന്നിട്ട് ഈ ഫോർമുല ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. കാരണം ഇത് ഇതേ ഫിഗർ പോലെയല്ലേ, സിമെട്രി ഇതേ ഫിഗർ തന്നെയല്ലേ, ഫിഗർ മാറുന്നില്ലല്ലോ, അപ്പോൾ ഏരിയ മാറില്ല. സോ എനിക്ക് x² ഈക്വൽ ടു 4ay എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ ലൈനിനെ എന്ത് കൊടുക്കും? y ഈക്വൽ ടു -2x പകരം ഈ ലൈനല്ലേ, y ഈക്വൽ ടു 2x പകരം x ഈക്വൽ ടു -1/2 y എന്ന് കൊടുക്കും. നമുക്കിവിടെ ഇത് മാറ്റർ ചെയ്യുന്നില്ല, എന്താണ് സൈൻ മാറ്റർ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചു. നമുക്ക് ഈ ഒരു ഇതിൻ്റെ മാത്രമാണ് ഏരിയ വേണ്ടത് അല്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ പ്ലസ് എടുക്കാം മൈനസ് എടുക്കാം, മാറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ x is equal to 1/2y. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ x is equal to 1/2y and x² equal to 4ay, we can use the shortcut 8a²/3m³. എന്താ വരിക? 8 × a². a² എന്താ ഇവിടെ? ഇതിന് x² equal to y അല്ലേ, അപ്പോൾ a എന്തായിരിക്കും? x² equal to y ആണെങ്കിൽ a 1/4. അപ്പോൾ 1/4² a²/3m³, 3 × m³. ഇവിടെ m 1/2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ഇതിനകത്ത് 8 1/4², അപ്പോൾ 1/2 വരും, ഒരു 4 മുകളിലേക്ക് വരും, 4/3 എന്ന ആൻസർ കിട്ടും. ഇതാണ് റിക്വയർഡ് ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക, ഭയങ്കര യൂസ്ഫുൾ ഷോർട്ട് കട്ടാണ്. y² equal to 4ax ഉം y equal to mx ഉം തമ്മിലുള്ള ഏരിയ. അപ്പോൾ പാരബോള y² equal to 4ax ഫോമിലും y equal to mx ഫോമിലും തരാണെങ്കിൽ ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് 8a²/3m³ ആയിരിക്കും. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ x² equal to 4ay ഫോമിൽ വരികയാണെങ്കിൽ ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, so stay tuned, we'll be coming back with more questions.
സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസേ, അതായത് കോൺസ്റ്റന്റ് പവർ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ടു പവർ ഓഫ് 3/2. നമ്മുടെ ബുക്കിൽ തന്നെ ലൈൻമാൻ സീരീസിന്റെ ഷോർട്ടസ്റ്റ് ഇത്രയാണെങ്കിൽ ബാൾമറിന്റെ ലാർജസ്റ്റ്. Good evening, all of you. Welcome to the second session of today's, that is April 5th, JEE Mains examination. Okay, warm good evening to all of you. And still the same trend continues. Questions are very, very easy. Not only that, questions are very familiar. The question I'm going to do it now in this lab. I think all the questions we have done in our material, we have done it. You might be remembering the questions in our material. So all are not only easy, but very familiar. Question 1. Hollow sphere is rolling on a plane surface. Ratio of rotational to total kinetic energy. Ratio of rotational to translational. And this is a ratio to be remembered. Remembered. Isn't it? Ratio to be remembered. Okay. We can find that any body translating, the translatory kinetic energy will be half mE squared. This is translatory part. Then rotational depends upon body to body, half I omega square. For a hollow sphere, the value of I is 2/3 mR squared. Omega square can be written as V squared by R squared. This cancel. So the rotational part of kinetic energy coming to be 1/3 mV squared, and translatory is coming to be 1/mE squared. Therefore, we have to find ratio of rotational to the total. Therefore, total energy is coming to be 5/6 mE squared. Okay, or translatory to rotatory is in the ratio
3:2. Therefore, rotatory will be 3/5 of the total energy. Therefore, rotatory energy to translatory, total energy will be 3/5, and in place of x, who is there? 3 is there. Okay, or we can remember it, the ratio of every case, 4 cases you can remember: ring, disk, hollow sphere, solid sphere. Ring, ratio of translatory rotatory is 1:1, or rotatory is half of the total. Disk, it is 2:1. Translatory is 1/3 of the total. Hollow sphere, it is 2:3, isn't it? Therefore, it will be translatory to rotatory is 3, translatory to rotatory is 2/5. So it will be, translation to total will be 2/5, not 3/5, 2/5. So answer will be what? 2. In place of x, it will be 2. And hollow solid sphere, it will be translated to rotatory will be 5:2. So this you should remember it. Okay, that's all about. We go to the next question. Now, body of mass 50 kilogram is moving on a rough horizontal surface having coefficient of friction 0.3. Kinetic friction is. So this question is not to be discussed. You know, kinetic friction is mu kinetic into normal reaction. On a level surface, normal reaction is coming to be m into g. Mu k is given to be 0.3, mass is given to be 5. If you take g as 9.8, our answer is coming to be 147 newtons. Very direct and very simple question, nothing to be explained. Now we go to the next question. Yes, this question is repeated number of times. You know, the A has the dimensions of P into V square. B has a dimension of V, isn't it? Therefore, A by B has the dimension of PV square by V, that is PV. PV represents energy or work, or the dimensional formula will be ml square T minus 2. So, this, all the 3 questions we have done, all are in our material. You can refer, go through it, and we have done it a number of occasions, and we are asked repeatedly in our examinations also. Okay, we go to the next question. Question number 4. Again, this is also very, very common, very, very familiar. A machine or a body is moving in one direction with a constant power. The displacement is proportional to. We can add one question here. Body starts from rest. That should be given. Then only this will be required result will be coming. Body starts from rest and power is constant. We have to relate displacement and time. We know power is equal to force into velocity. Power is constant, force is varying. So we can write in the differential form mdv by dt into v. So that comes to be mv dv is equal to p dt. Therefore, integral mdv is equal to integral p dt. This comes to be half mv square, and power being constant, this comes to be power into t. So this gives you v square is equal to 2p by m into t, or v is equal to root of 2p by m into root t, or I can write t to the power of half. So we have reached the first stage of our calculation. We want to find the relation between displacement and time. Displacement and time. We have to go through one more thing. Velocity is ds by dt is equal to root of 2p by m into t to the power of half. Therefore, directly integral ds is equal to root of p by m into integral t to the power of half dt. So, integral ds is coming to be what? S. S is equal to
root of 2s by m, and the result of integration will be t to the power of 3 by 2 by 3 by 2. So the displacement is directly proportional to the 3 by 2. So question is very familiar. That is the thing. Not only easier, more than that, it is the familiarity. നമ്മുടെ ഈ 4 ക്വസ്റ്റ്യനും ആസ് സച്ച് നമ്മുടെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. And we are very familiar with that. Okay? Answer is going to be C, t to the power of 3 by 2. Now we go to the next question. Come on. Oh, angular momentum of a hydrogen atom depends upon dependence of angular momentum with radius. Angular momentum with radius. Tell me, you know, angular momentum is in h by 2 pi. Everybody knows that Bohr's condensation rule. There was a question yesterday also. Radius in Bohr orbit is equal to r0 in square. Now, in these two equations, the one variable is what? N. We have to remove it. Root r is equal to root r0 into n. Tell me. Now, dividing L by root r is coming to be the variable n get cancelled. We'll be getting h by 2 pi into root r0. Whatever on the right hand side, h is a constant, 2 pi is a constant, root r0 is a constant. We can find that L is directly proportional to root r. So, answer is coming to be. And this is same question in our material. So all the 5 questions, I can, without any hesitation, I can say, you must be knowing, remembering, you must be giving the answer in the first attempts. Okay? That's all about our first lap of physics discussion, and we'll be coming to you very soon with the remaining physics questions. Bye. ഫ്രാക്ഷൻ ചെയ്ത് നോക്കി
പിന്നെ ചെയ്യാൻ പറ്റും 3/2 അല്ലേ സാറേ, വലിയ പ്രശ്നമില്ല. 3/2 വരെ അത് കുഴപ്പമില്ല. അത് ചെയ്യാം. സാറ് ചെയ്യണ്ട, അറിയണില്ല ഏതാണ് ഏരിയ. ഞാനെപ്പോഴും ഒന്ന് ചെയ്ത് നോക്കും, ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന് വെച്ചിട്ട് എല്ലാം ചെയ്ത് നോക്കിയിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഓക്കെ ഡിയർ ചിൽഡ്രൻ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി കിട്ടിയിട്ടുണ്ട്. അത് 3D നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ അത് NCERT ക്വസ്റ്റ്യൻ ആണ്, ബോർഡ് എക്സാമിനേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കാരണം വളരെ സ്റ്റാൻഡേർഡ് കുറച്ചാണ് ഇത്തവണ JEE ചോദിച്ചിരിക്കുന്നത്. കീമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതേപോലെ ബോർഡ് എക്സാമിനേഷൻ പോലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇമേജ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, NCERT ബുക്കിലെ ക്വസ്റ്റ്യൻ ആണത്. ലെറ്റ് ഇമേജ് ഓഫ് എ പോയിന്റ് 857 വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ x minus 1/2 equal to y plus 1/3 equal to z minus 2/5 ഈസ് ആൽഫ ബീറ്റ ഗാമ. ആൽഫ ബീറ്റ ഗാമ കണ്ടുപിടിച്ചാൽ മതി. ദെൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ലൈൻ എന്ന് വിചാരിക്കാം. ദിസ് ഈസ് ദ ലൈൻ. ഇതാണ് തന്നിരിക്കുന്ന പോയിന്റ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, 857. അപ്പം അതിൻ്റെ ഇമേജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വരും. ഇതാണ് ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ഇത് ABC ആണെങ്കിൽ AB-യും BC-യും ഈക്വൽ ആയിരിക്കും. B AC-യുടെ മിഡ് പോയിന്റ് ആയിരിക്കും. നമുക്ക് B കണ്ടുപിടിക്കാൻ പറ്റും. B കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് x minus 1/2 equal to y plus 1/3 equal to z minus 2/5 equal to t. അപ്പോൾ അതിൽ ഈ ലൈനിൽ ഒരു പോയിന്റ് നമുക്ക് എങ്ങനെ എടുക്കാം? x minus 1/2 t ആണെങ്കിൽ x എന്തായിരിക്കും? 2t plus 1 ആയിരിക്കും. സിമിലർലി y എന്തായിരിക്കും? 3t minus 1 ആയിരിക്കും. സിമിലർലി z is equal to 5t plus 2 ആയിരിക്കും. 5t plus 2 ആയിരിക്കും അതിലൊരു പോയിന്റ്. ഇനി നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള മാർഗം AB-യുടെയും L-ൻ്റെയും ഡയറക്ഷൻ റേഷ്യോസ് അറിയാമെങ്കിൽ ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. അപ്പോൾ AB-യുടെ ഡയറക്ഷൻ റേഷ്യോയും അതേപോലെ L-ൻ്റെ ഡയറക്ഷൻ റേഷ്യോ തന്നിരിക്കുന്നതിൽ തന്നെ ഉണ്ടല്ലോ. അതറിയാമെങ്കിൽ നമുക്ക് ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സം ഓഫ് ദി പ്രോഡക്ട്സ് ഓഫ് ദി ഡയറക്ഷൻ റേഷ്യോസ് ഈക്വൽ ടു 0. ആ ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഈക്വൽ ടു 0 എന്ന ഫോർമുല. അപ്പോൾ ഈ B എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ കാണുന്നത്. ഇതാണ് B. ഇനി പോയിന്റ് ഓൺ ദ ലൈൻ, അതാണ് B എന്ന് വിചാരിക്കാം. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ dr of AB ഈസ് നിങ്ങൾക്കറിയാലോ 2t plus 1 minus 8. അപ്പോൾ 2t plus 1 minus 8, 2t minus 7, 3t minus 1 minus 5, 3t minus 6, 5t plus 2 minus 7. അപ്പോൾ 5t minus 5. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് AB. dr ഓഫ് ലൈൻ എന്താ? dr ഓഫ് given line 2, 3, 5.
dr ഓഫ് ഗിവൺ ലൈൻ ഇതാണ് 2,3,5. അപ്പോൾ ഇത് എ ബിയുടെ റിലേഷൻ റേഷ്യോ 2t - 7, 3t - 6, 5t - 5 ആണ്. അപ്പോൾ ഇത് A1, ഇത് B1, ഇത് C1, ഇത് A2, B2, C2 ആണെന്ന് വിചാരിക്കാം. ഇവിടെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് A1, A2 പ്ലസ് B1, B2 പ്ലസ് C1, C2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2t - 7, 2 into 2t - 7 plus 3 into 3t - 6 plus 5 into 5t - 5 ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് t കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുന്ന് 38t ഈസ് ഈക്വൽ ടു 57 എന്ന് പറയാം. t ഈസ് ഈക്വൽ ടു 57/38, ദാറ്റ് ഈസ് 3/2. 19 കോൺഫാക്ടർ ആണ്. 3/2. t ഈസ് ഈക്വൽ ടു 3/2. t 3/2 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? b കിട്ടും. therefore പോയിന്റ് b എന്തായിരിക്കും? b എന്ന് പറയുമ്പോൾ 2t + 1 വരും. അപ്പോൾ 2 into t, 3/2 plus 1. Y coordinate 3 into 3t, 3 into t, 3/2 minus 1, comma 5 into t, 3/2 plus 2. ഇങ്ങനെ വരും. ടിയുടെ 3/2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കൊടുത്താൽ നമുക്ക് b കിട്ടും. x 2 into t, 3/2 plus 1, 3 into 3/2 minus 1, 5 into 3/2 plus 2. അങ്ങനെ വരുമ്പോൾ b എന്തായിരിക്കും? 2 2 ക്യാൻസൽ, 3 plus 1 4. ഇവിടെ 9/2 minus 1, 9/2 minus 1, that is 7/2. 3 into 3 9, 9/2 minus 1, that is 7/2. അതേപോലെ 15/2, 15/2 plus 2, that is 19/2. ഇതാണ് b. 2 into 4, 15 plus 4, 19/2. This is b. b എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. 4, 7/2, 19/2. b AC യുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ഇനി നിങ്ങൾ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്താൽ മതി. മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യാം. മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ കിട്ടും. 8 plus alpha/2, that is 4. 5 plus beta/2, that is 7/2. 7 plus gamma/2, that is 19/2. 19/2. 19/2. That is here 8 plus alpha equal to 8. That is alpha equal to 0. Alpha 0 വരും. ഇവിടെ 2 2 cancelled. Beta is equal to 7 minus 5. 2 വരും. ഇവിടെ 2 2 cancel. Gamma is equal to 19 minus 7. That is 12. Alpha image, alpha equal to 0, beta is equal to 2, gamma 12. That is the image. Alpha, we have to find out alpha plus beta plus gamma. That is 0 plus 2 plus 12. That is equal to 14. Alpha plus beta plus gamma is equal to 14. 14 is the answer. Okay. അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും ഞങ്ങൾ വരും. വെയിറ്റ്.
6. Okay. Hello children, let us continue with physics. Already 5 questions have been done. Now 6th one, shortest wavelength of Lyman series is 916 angstrom. Longest wavelength of Balmer series is. Longest wavelength of Balmer series means the transition is from n equal to 1, n equal to 2, n equal to 3. Okay, Balmer series begins from 3 to 2. That is the first transition and is the longest wavelength transition. And that wavelength for Balmer series 3 to 2 is easily you can find 3 into 2, 6 square, 36, 3 plus 2, 5. So 36 by 5 or 36 divided by 5 into Rydberg constant 1.097 into 10 to the power 7. This on calculating you get option A 6563 angstrom. Next one, pressure proportional to T cube. Find Cp by Cv. Cp by Cv means gamma. Okay, we can write the equation for P raised to gamma, P raised to 1 minus gamma equal to a constant, which is the equation of state of adiabatic process. That is, this can be written like this, T P raised to 1 minus gamma by gamma equal to another constant. Let us bring this back to that pattern, that is T cube P raised to minus 1 equal to a constant, T P raised to minus 1 by 3 equal to a constant. Okay, let us now compare these two. Then power of P should be remaining same, that is gamma minus 1 divided by gamma equal to 1 by 3. So 3 gamma minus 3 equal to gamma, that is 2 gamma equal to 3 and gamma is equal to 3 by 2. Option A is right. Next one, for a series LCR circuit having AC source 220 volt, 50 hertz, it is observed that VL is equal to 31.4 volt. Inductance 10 millihenry. Find the current. Voltage across inductor given. We can find out inductive reactance. Thereby we can find the current. So current I is equal to voltage across inductor divided by XL. That is I is equal to voltage across inductor divided by omega L, which is voltage across inductor divided by 2 pi FL. That means I is equal to voltage is across inductor is 31.4 divided by 2 into 2 pi f 50, so 100 pi into inductance 10 millihenry minus 3, don't forget to write. That is 31.4 and 3.14 cancels and 10 appears here. This 10 cancels. So 1 by 10 to the power 100 minus 1, that implies 10 ampere. So 10 ampere is the root mean square value of alternating current. Next one, find the ratio of heat produced in 5 ohm and 10 ohm. This is that 5 ohm and this is that 10 ohm already mentioned, and the other answer is not in option. So this should be that which is mentioned. Here, this 5 ohm and 10 ohm are connected in parallel. So both will have same voltages. Let the voltage be V0 across 5 ohm. So across this 10 ohm also voltage same. So power formula V0 square divided by R. V0 is constant for these 5 and 10. So P proportional 1 by R. So power bears reciprocal ratio of resistance. Resistance ratio is 1:2. So power ratio is 2:1. So option A. Next one. Sonometer having values 400 Hz, length 90 centimeter, frequency 600 Hz, length L. Frequency nu into L is a constant. This is the concept of sonometer. Formula for frequency nu is equal to 1 by 2L square root of T by mu for one segment formed standing waves. Nu L is equal to constant. So L proportional 1 by nu. What happens to frequency? Frequency was first 400, now 600. Frequency has become 600 by 400. Frequency has become 600 by 400. That means 6 by 4. That means 3 by 2. Frequency has become 3 by 2 times as inverse. Length would becomes 2/3. So L dash is equal to 2 by 3 times L. That is 2 by 3 times. What is L? 90. So 2 by 3 times 90 is 60. So correct answer is 60 centimeter. Next one, a truck is moving in inflammable liquid has
hanging metal rods. The reason is why the metal rod is hanging. It's purely based on NCERT textbook. It's a custom. It's not the answer. Neutralize electric charges generated due to friction. That's correct. So correct option is B. To take care of tire, to take caution. It's not. Answer is box. Next one. Which of the following is not correct? Stopping potential depends on frequency of incident light. That's correct. That statement is true. That statement is true. Stopping potential. Statement is true. Stopping potential depends on nature of the metal. Stopping potential, of course, depends on the work function of the metal, because stopping potential V0 is equal to phi minus phi 0 divided by E. Stopping potential depends on work function. For given incident frequency, when work function changes, stopping potential changes. So that statement is also true. Stopping potential is equal to Ke max by E. Ke max is equal to EV0. So stopping potential equal to kinetic energy maximum per unit charge on electron. That's also true. Then the correct answer should be D. That should have been the false statement, and that is the correct answer. Not correct is asked. Stopping potential increases with increase in intensity. Stopping potential does not depend on intensity of the incident light. Next one, 13th one, is regarding logic gates. The combination of 2 OR gates and 1 AND gate. Which of the following combinations of the sets of values in choices you get y is equal to 0? Let us examine the first choice itself. 0 comes here, 0 comes here, 0 and 0 here, or 0 or 0, 0. Here 0, then here also 0. This is one already mentioned. 0 and 1 and becomes 0, 0 and 0 or 0. So correct answer is option A. Let us, you can check the other options also, which is invalid. 14th one. So regarding Pascal's law. Okay, common bottomed vessel having 2 different orifices with different diameters. Diameter here 1 centimeter, here 10 centimeter. We know pressure at first one, delta P1 is equal to delta P2. Pressure change made in the first cross section is equal to that in second cross section. That is F1 by A1 equal to F2 by A2. That means F proportional to area, F proportional to diameter square, area proportional to diameter square. What happens to the diameter? 1 to 10. Diameter has become 10 times. So area has become 100 times. Area has become 100 times. So force also has become 100 times. Here force is 10. So this force is 100 times 10. So 1000 Newton is the right choice. Next one. Distance where first minimum occurs from central maximum of single slit is slit width given, lambda given, capital D given. Central maximum, first minimum. Central maximum to first minimum. What is the angle? That is lambda by A. What is the linear distance? Lambda D by A. So lambda D by A is to be found lambda D by A. Lambda 550 into 10 power minus 9, capital D1 divided by A, 2 into 10 power minus 4. That is 225 into 10 to the power minus 5. So correct answer is 225. Option A is the right choice. Okay, the other questions are also waiting. Okay, and we'll be continuing soon after. Thank you.
Yes, let's start the chemistry part discussion. So we have first question here. In the following reaction, it is cyclohexene treated with a potassium permanganate solution. So cyclohexene interacting with a potassium permanganate solution followed by hydrolysis, we get a product. And the question is regarding what is the product? What is the product? Very simple question. Oxidation of alkenes. Oxidation of alkene. What is the result? What is the net result? It is going to break over this double bond. You have CH here, which will turn COOH, isn't it? And this carbon CH here will convert it to COOH. So oxidation using potassium permanganate or potassium dichromate or a strong oxidizing agent across the carbon-carbon double bond, what is happening? If there is carbon with hydrogen, CH group will be converted to COOH group taught in the classes. If it is terminal CH2 group, it will escape as carbon dioxide. And if it is C group, C carbon, only carbon with a substituent, it will be converted to keto group. Now this is CH carbon will turn COOH. What is the product obtained? Product will be COOH, COOH. That is 1, 2, 3, 4, 5, 6. Hexane dioic acid, isn't it? Hexane dioic acid, which is very popular called adipic acid. Hexane dioic acid, very popular known as adipic acid, used in polymer industry. You have learned, right? Next question. Another organic question. We have propyl benzene. We have propyl benzene treated with the KMNO4. You get A and followed by hydrolysis. A will be the salt of the side chain oxidation. Side chain oxidation of benzene. It happens irrespective of the length of the chain. Whether it is 1 carbon, 2 carbon, 3 carbon, 10 carbon, you get a benzoic acid. So final result of these two operations, it will be benzoic acid. So first you get the salt of benzoic acid and further it is converted to benzoic acid. So whether it is 3 carbon or it is 4 carbon or it is 10 carbon, whatever it is, provided the connected carbon contain 1 hydrogen at least, it will be oxidized to benzoic acid. So the final product will be benzoic acid. And now what is our question? The number of sigma and pi bonds in the product B. Number of sigma and pi bonds. How many pi bonds are there? It is 3 inside here and 1 here. So it is 4 pi bonds. How many sigma bonds? How many sigma bonds? There is 6 sigma bonds in the ring. So 6 plus 1, 2, 3, 4. 6 plus 4. And don't forget to count hydrogen here. There are carbon hydrogen sigma bond available here. That also need to be counted. So it is 3 to 5. So it is 5. So 15 sigma bond and 4 pi bond total. 19 bonds are present. Let us take a cross checking. 3 inside the ring and 1 here. So it is 4 pi bond. And how many sigma bonds? 6 in the ring, 7, 8, 9, 6 in the ring, 7, 8, 9, 10. 10 and then 1, 2, 3, 4, 5, 15. 15 sigma bond and 4 pi bond total, 19 total bonds. So in fact the question is how many sigma and pi bonds in benzoic acid, and it's represented as a reaction product, and we need to understand the reaction product is this and give the final result. Next one. Next one, in an atom, how many electrons can have n equal to 4, ml equal to 1 and ms equal to half? That is the question. So n equal to 4,
magnetic quantum number 1 and spin quantum number half. So it can be n equal to 4. 4s. 4s is not possible because for s orbital L equal to 1. ML equal to 1 is not possible. So it can be 4p. It can be 4p. Out of the 3p orbital, one orbital will be ML value 1. It is minus 1, 0, plus 1. We are talking about that plus 1 value. And there it can be 2 electrons, but we are talking only about the one spinning electron. So here we can have 1 electron. Then it can be 4d. It can be 4d. In 4d, there can be minus 2, minus ML value. ML value minus 2, minus 2, minus 1, 0, plus 1, plus 2. So plus 1 again, one orbital we have 2 electrons. Out of the 2 electron, we can take 1 electron. Now 4s is gone, 4p there, 4d there, there can be 4f, there can be 4f. Similarly, there will be 1 orbital and 1 electron. So 4p, magnetic quantum number value 1, 4p, 1 orbital, out of the 2 electron, 1 electron, only 1/2, 1 spinning. 4d orbital, 1 orbital, 1 electron. 4f orbital, one particular orbital with ML value 1 and 1 electron. So it will be total 3 electrons. There can be 3 electrons which can have such a configuration, isn't it? 4p, 4d, 4f. Next. Angular momentum of an electron in an orbit of radius r of hydrogen atom is directly proportional to r, maybe it is r 1 by r, so it may be r 1 by r, 1 by r raised to half and r raised to half. Okay, okay. Where r is the orbit radius. R is the orbit radius. We know angular momentum mvr equal to nh by 2 pi, isn't it? Angular momentum mvr is equal to nh by 2 pi. So the question is, this angular momentum proportional to what? It is proportional to n. And we know Rn is equal to A naught n square. Are we talking about hydrogen? Maybe. Yes, fine. So it is A naught n square. If any other species, it will be A naught n square by Z. Therefore, here R is given as capital R. Okay, R is given as capital R. Therefore, n square is equal to R Z by A naught, and n is equal to root of R Z by A naught. Am I right? R Z by A naught. So this n value proportional to root R, isn't it? N value, see, angular momentum proportional to n, and that n value proportional to root R. So the answer will be root R, option D. R raised to half will be the answer. Is that clear now? Next question. Next. Which of the following is true regarding coagulation of egg? During coagulation of egg, there is denaturation of protein. During the denature of protein, what is happening? During the denature of protein, primary structure does not change. That is the correct answer. Secondary structure does not change. It is wrong. Secondary structure, tertiary structure, etc. will be lost. During the denaturation of protein, secondary, tertiary structures will be lost. Only primary structure may be retained. So what retained is primary structure, and what given here, primary structure does not change. That is correct, and this is wrong. Denature of protein does not occur. In fact, it is denature of protein occurs. During the coagulation egg white, denaturation of protein occurs. Secondary, tertiary structures are lost. Primary structure intact. Okay. Next question. 1 coulomb charge passed through silver nitrate solution during electrolysis. Find the mass of silver in milligram. Find the mass of silver in milligram deposited at the electrode.
See, for any substance X, 1 mole, you need 1 Faraday electricity, that is 96,500 coulombs of electricity required. We are talking about silver. Silver, you know, N factor is 1, monovalent species. So it will be 1 mole. 1 mole. I'm sorry, this is not this is not any substance X, I written 1 Faraday. Any substance X 1 mole, it requires N Faraday. N Faraday means N into 96,500 coulombs. Here it is silver. Silver N Faraday, I mean N value 1. So 1 mole silver. 1 mole silver means 108 gram, right? 108 gram requires N factor is 1. So it is 1 Faraday. All of you know it is 96,500 coulombs required. So 1 mole silver, 108 gram. The amount of electricity required is 96,500 coulombs. And 108 we are talking in terms of milligram. Let us make it in milligram. So 108,000 milligram requires 96,500 coulombs, or 96,500 coulombs can give you this much milligram. We are talking about 1 coulomb. We are talking about 1 coulomb. Therefore, 1 coulomb, how much you will get? It is 108,000 by 96,500. These are very close figure. You may get 1 point something. 1.1, 1.2, that will be the answer, isn't it? You see that? This is slightly greater than this. So it will be 1 point something, 1.1 or 1.2. What we want is nearest integer, so I am writing 1. I am writing 1 as the answer. In fact, the answer is slightly greater than 1. I'll repeat. 1 mole silver, 108 gram, that is a molar mass of silver. 1 mole silver requires this much coulombs, or this much coulombs give 108 gram, that is 108,000 milligram. So 1 coulomb gives how much? 108,000 divided by 96,500, slightly greater than 1. Okay, next question. Find out value of Cp by Cv for an ideal gas under reversible adiabatic process for which P proportional to T power 3 is given. So this is what given. We want to find out Cp by Cv. That means Pv raised to gamma constant. All of you know, we want to know what is gamma. In fact, gamma equal to Cp by Cv, isn't it? So once you get Pv power, you get your answer. How to get Pv power? P proportional to T power 3 given. That means P by T power 3 equal to constant. We know that PV equal to nRT. So PV related to T. So this we can write as P by PV raised to 3 equal to constant, isn't it? Instead of pressure, we are instead of T, we are substituting PV. So T power 3, I am giving PV power 3. So here it is P, here it is PV power 3. So you can write 1 by P square V raised to 3, isn't it? 1 by P square V raised to 3 equal to constant. That means P V raised to 3 by 2 is constant, isn't it? See, this can be understood like this. P V raised to 3 by 2. Suppose you are taking square root. So it will be P V raised to 3 by 2 will be constant, isn't it? P V raised to 3 by 2 will be constant. That means we go to gamma. We go to gamma, it is 3 by 2. Option B will be the answer. 3 by 2. Fine. Next. Find out EMF of the given cell. There is a cell given. We need to find out the EMF. In fact, it is not EMF. It should be standard EMF, isn't it?
it should be standard EMF of the cell. To find the EMF of the cell, we need to have the concentration. So either the concentration will be given over here, which is not available. If it is missing, it may be E naught value, or if it is actually EMF of the cell, concentration should be there in the question. I don't know what exactly is, since it is memory based aspect. We are not much sure exact presentation of the question how it is going to be. So let us assume it is not a EMF, standard EMF, because these two data is enough. So with the available data, it should be E naught cell, and that is E naught cathode minus E naught anode. Which is cathode and anode here? Which is cathode and anode? This is cathode and this is anode. So it will be 0.46 minus 0.34. 0.46 minus 0.34, option B, isn't it? So which will act as a cathode? The one with the higher reduction potential will act as a cathode. The one with the lower reduction potential will act as anode. So here X species will act as cathode, M species will act as anode. It's as simple as that. Next one. For the reaction methane O2 CO2 H2O, how many moles of methane required for the formation of 11 grams of carbon dioxide? So what is the balanced equation? CH4 plus O2 giving CO2 plus 2H2O. So it will be, this is the balanced equation. What is our question? How many moles of methane for getting 11 grams of carbon dioxide? It's very simple, no? 1 mole will give you 1 mole. 1 mole means 44 gram, right? Therefore 11 gram. See, 44 gram you are getting from 1 mole. So 11 gram, it is 1 by 4. It will be 1 by 4 mole. Answer is 1 by 4 mole, 0.25. 1 by 4 mole is the answer. Okay. I repeat, 44 gram 1 mole obtained from 1 mole methane. Therefore 11 gram carbon dioxide, it is 1 by 4. It will be 1 by 4 mole over methane. So methane required will be 0.25, 1 by 4. That's it. Next. How many of the following have zero dipole moment? H2S is non-zero value. All of you know it is bend shape. H2S. H2S. It is bend in shape. It is bend in shape. Therefore, it is non-zero. Mu not equal to 0. Methane regular geometry. It will cancel mutually. Methane regular geometry. It will cancel mutually. It is having 0. Ammonia non-zero. Ammonia non-zero. It is having pyramidal shape with a lone pair. It will be non-zero. So this is non-zero. So this is non-zero, this is non-zero, this is 0, BF3 0, BF3 regular geometry, it will cancel mutually, BF3 0. And SO2 will be bend in shape. This is SO2 which is bend in shape. So it is having a net dipole moment. NF3 is similar to ammonia. NF3 is similar to ammonia. So it is having a net dipole moment. This is non-zero, this is non-zero, this is 0, this is non-zero, this is 0. Only 2 is 0. I think we need to find a zero dipole moment. Only 2 is a zero dipole moment. Methane and BF3. Right? That's all for the time being.
Welcome back, my dear children, to our physics discussion. 15 questions already over. Now we start with the 16th question. Now, 16 formula for the mean free path. Simply write down the formula, and it is very clear. There is no more explanation. 1 by root 2 pi d square n, where n is the number density, d is the diameter of the molecule. And very well, that is the part of our physics in quantity theory in NCERT book. Derivation is also with it. So, okay, option is C. Next question. Again, the question is find the expression for electrostatic force and magnetostatic force. Again, our knowledge type question directly from our material and theory. You know, when I charge a particle in electric field, electrostatic force, electric field, or a particle in a magnetic field subject to Lorentz magnetic force. Electric field is equal to EQ, but that is not there. Yes, EQ is there. Electric force is equal to EQ. So EQ is the electrostatic force, EQ. Next, magnetic Lorentz force. When a charged particle is projected into a magnetic field or traverses a magnetic field, there will be force, and the force is gone by Q into V cross B, and that is the expression is this one. So formula, that is what is asked, and that is there. Simply write down the formula. Now next question. Yes, we continue our next question. 17th one, that is the maximum height of a projectile, 64 meter. If the velocity of projection is made half by keeping the angle of projection same, the new maximum height will be 1 by x 64 meter, then the value of x is. Now is the projectile, in a projectile you know the maximum height at the maximum is given by, for a given angle of projection, h is given by u squared sine squared theta by 2g.
Now in the second case, what we are doing, theta kept constant and we reduce the velocity of projection from u to u by 2. Then what is the new height? Everything else remain the same. Or you can, since the theta is the same and the field is the same, this is a constant. Therefore, h max proportional to u square. H dash max, second case, proportional to the velocity of projection is u by 2. U by 2 all squared. Dividing, this is equation number 1 and this is equation number 2. 2 by 1 gives h dash by h dash maximum. By h maximum is given to you as 64 is equal to 1 by 4. Therefore, h dash maximum is equal to 64 by 4, that is equal to 16. So the answer is equal to 16. And but the question is 1 by x into 64. Therefore, 1 by x into 64 mean x is equal to, therefore x is equal to 4. The option is that. This one we did, 18th one we already did. And therefore we are going to the next one. The next one, for an inductor, current I is gone by 3t plus 8. It's a function of time I. Induced EMF in that inductor is given to you. That is 12 volt. Find the self-inductance. You know, self-induced EMF by self-induction, modulus value if you take, I'm not taking the minus sign, L into di by dt. And the question is, what is the value of self-inductance? So L is equal to E by di by dt. Here induced EMF is given to 12 volt by di by dt we have to find, for which we are given the value of I as a function of time. So I is equal to 3t plus 8. Therefore, di by dt is equal to 3. Substituting the value of 3i by here 3, 4. And 400 induction. So 400. The answer is 400. So that is here. Now, 20th question. If t is the time period of a satellite moving around Earth in an orbit of radius r, and then find the time period of a satellite moving around another planet of 1/4 mass and having the same orbital radius. So suppose this is Earth and mass is m, and this is the orbital radius, and a planet is there, and the time period is t, and the expression for t is equal to 2 pi r raised to 3 by 2 by root gm. The time period expression for time period of a satellite around Earth or any planet is given by 2 pi r raised to 3 by r is the orbital radius, g is the gravitational constant, and m is the mass of the planet. Now in our problem, in the second case, under gravity, in that gravity of that planet, the satellites are revolving, our expression is somewhat same. In that, r is the same, it is at the same orbital radius for that planet. R is a constant, g already a constant. So we can say that time period in such a problem we can say proportional 1 by root m. Everything else, since everything else is a constant, so t proportional 1 by root m. Now in the second case, t dash, we can write t dash proportional 1 by root of the mass of the other planet is 1/4 m by 4. Is the equation number 1, this one is equation number 2. 2 by 1 gives, 2 by 1 gives you t dash by t. T dash by t is equal to, t dash by t if you write is equal to root of m by 4. We'll cancel out the root. Root 4 is equal to 2. Therefore, t dash is equal to 2t.
And that finishes our discussion on physics paper today. Thank you. Hello everyone. So we have a question from permutations and combination. So ഇവിടെ എന്താ തന്നിരിക്കുന്നത്, നമുക്ക് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എസ് ഇസ് ഈക്വൽ ടു 2 4 8 5 1 2. അപ്പോൾ ഇത് 2ന്റെ പവേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ, 2ന്റെ പവേഴ്സ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഇത് 2 റൈസ് ടു അല്ലേ, ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും നോക്കൂ അല്ലേ. 2 റൈസ് ടു 1
ടു ഇത് 512 എന്ന് പറയുന്നത് 2⁹9 ആണ് വരിക അല്ലേ, 2⁹9 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ട്? 9 എലമെന്റ്സ് ഉണ്ട്. 9 എലമെന്റ്സ് ഉള്ളൊരു സെറ്റാണ്. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം ഇൻറ്റു 3 ഈക്വൽ സെറ്റ്സ് വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എ ഇന്റർസെക്ഷൻ ബി, ബി ഇന്റർസെക്ഷൻ സി, എ ഇന്റർസെക്ഷൻ സി, ഇതെല്ലാം നൾ സെറ്റ് ആവണം. അപ്പോൾ കോമൺ എലമെന്റ്സ് ഉണ്ടാവാൻ പാടില്ല, മ്യൂച്വലി അല്ലേ, ഇതെല്ലാം നൾ സെറ്റ് ആവണം ഇന്റർസെക്ഷൻ. ഇതെല്ലാം യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എസ് കിട്ടുകയും വേണം. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് നത്തിങ് ബട്ട് പാർട്ടീഷനിങ്. എസിനെ പാർട്ടീഷൻ ചെയ്യാണ് 3 ഈക്വൽ സെറ്റ്സ് ആയിട്ട്. അപ്പോൾ ഇത് എത്ര വേസ് ചെയ്യാം? ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈക്വൽ സെറ്റ്സ് ആക്കുന്ന കേസും, ഇത് ജനറലി ഈക്വൽ അല്ലെങ്കിൽ, അതായത് ഇഫ് ഐ ഹാവ് ടു പാർട്ടീഷൻ m plus n plus p objects, if I have to partition m plus n plus p objects into 3 sets of say ഒരു സെറ്റിൽ m എലമെന്റ്സ്, വേറെ സെറ്റിൽ അടുത്ത സെറ്റിൽ n എലമെന്റ്സ്, അടുത്ത സെറ്റിൽ p എലമെന്റ്സ്, ഇങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യേണ്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഫോർമുല വരാം? ഇതെങ്ങനെ ചെയ്യാൻ പറ്റാം? അപ്പോൾ ആദ്യം എനിക്ക് m plus n plus p, ഇത്രയാണ് ടോട്ടൽ എലമെന്റ്സ് ഉള്ളത്. ഇതിനകത്തുനിന്ന് ഐ ഹാവ് ടു ചൂസ് m എലമെന്റ്സ്. അതെനിക്ക് എത്ര വേസ് ചൂസ് ചെയ്യാം? m plus n plus p c m വേസിൽ ചൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യത്തെ സെറ്റ് ഉണ്ടാക്കി അല്ലേ. ഇനി ദിസ് ഇൻറ്റു, ഇനി റിമൈനിങ് എത്ര എലമെന്റ്സ് ഉള്ളത്? m എലമെന്റ്സ് ഓൾറെഡി ചൂസ് ചെയ്തു, ഒരു സെറ്റിനകത്ത് ഇട്ടു. ഇനി ആകെ നമുക്ക് n plus p എലമെന്റ്സ് ഉള്ളത്. n plus p എലമെന്റ്സ് ആണുള്ളത്. ഇതിനകത്തുനിന്ന് ഞാൻ രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കി ഓഫ് സേ n എലമെന്റ്സ് ഇൻറ്റു, ഇനി എനിക്ക് ചോയ്സ് ഉണ്ടോ? ആകെ p എലമെന്റ്സ് ആണ് ബാക്കി, പി സി പി വരും, 1 വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇഫ് ഐ വാസ് ആസ്ക്ഡ് ടു പാർട്ടീഷൻ സെറ്റ് ഓഫ് m plus n plus p elements into a set of m elements, n elements and p elements. ഇങ്ങനെയല്ലേ ചെയ്യാം. ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. ഇതെന്താ സംഭവം? m plus n plus p c m. This is nothing but m plus n plus p factorial by m factorial, പിന്നെ m plus n plus p minus m factorial. അപ്പം n plus p factorial വരും അല്ലേ. ഈ ടേം എന്താ വരാ? ഇത് n plus p factorial by n factorial p factorial വരും. അപ്പം ഇത് രണ്ടും കട്ടായി പോവും. അപ്പം ഈ റിസൾട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഈ ഡിവിഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ ഇത്ര സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തു ഓഫ് m എലമെന്റ്സ്, n എലമെന്റ്സ്, p എലമെന്റ്സ്, ഇങ്ങനെ വന്ന് എന്ത് ചെയ്താൽ മതി? m plus n plus p factorial by m factorial n factorial p factorial എന്ന് വരും. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫോർമുല നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ ഡിവിഷനും ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പോൾ ഈ കേസിൽ എന്താ? ഈ കേസിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് 9 ഒബ്ജക്ട്സ് ഉള്ള 9 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 9 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ക്യൂബ് എന്ന് വരും അല്ലേ. 9 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ക്യൂബ് എന്ന് വരും. ഓക്കെ, ഓക്കെ അല്ലേ? ഇത് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് വേസ് വി ക്യാൻ ഡിവൈഡ് ഇറ്റ് അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 9 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ക്യൂബ് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഇതിനകത്തൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ കൂടെ. നമ്മളിത് ഈക്വൽ സെറ്റ്സ് ആവുമ്പോൾ നമ്മൾ ഈ ഫോർമുല ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, നമ്മൾ ഡിവൈഡ് ചെയ്യാണ് അല്ലേ. ഡിവൈഡ് ചെയ്തിട്ട് അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒബ്ജക്ട്സിനെ 9 ഒബ്ജക്ട്സിനെ 3 ഈക്വൽ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. 3 ഈക്വൽ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഈ m ഈക്വൽ ടു n ഈക്വൽ ടു p ആവുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ കാരണം നമ്മൾ ഈ ചെയ്യുന്നുണ്ട്, ഈ ഡിവിഷൻ ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ കൂടെ വരുന്നുണ്ട്. നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സെറ്റുകളെ തിരിച്ച് എ ആയും ബി ആയും സി ആയും അസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഈക്വൽ സെറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഫോർമുലയിൽ എന്ത് ചെയ്യണം, ഞാൻ വെറുതെ 9 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ക്യൂബിൽ നിർത്താൻ പാടില്ല. ആദ്യം ഡിവിഷൻ തന്നെ. കാരണം നമുക്ക് കിട്ടുന്ന, നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത ഗ്രൂപ്പുകളെല്ലാം ഈ എമ്മും എന്നും പിയും ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടുന്ന ഗ്രൂപ്പുകൾ അവരുടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പുകൾ ഡിസ്റ്റിങ്ക്റ്റ് പോലെയാണ്. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയതുകൊണ്ട് അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 3 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ത് കിട്ടാൻ? ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ, ഡിവിഷൻ കിട്ടാൻ. പക്ഷെ ഈ ഡിവിഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ എലമെന്റ്സിനെ ഞാൻ ഈ എലമെന്റ്സിനെല്ലാം ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു, 3 ഗ്രൂപ്പാക്കി. ഈ 3 ഗ്രൂപ്പിനെ എനിക്കിനി എന്തായിട്ട് അസൈൻ ചെയ്യണം? ഒരു ഗ്രൂപ്പിനെ എയിലേക്ക് അസൈൻ ചെയ്യണം, ഒരു ഗ്രൂപ്പിനെ എന്ന് വിളിക്കണം അല്ലേ, വേറൊരു ഗ്രൂപ്പിനെ ബി എന്ന് വിളിക്കണം, വേറൊരു ഗ്രൂപ്പിനെ സി എന്ന് വിളിക്കണം. അപ്പം ഞാൻ ഈ ഡിവൈഡ് ചെയ്യുന്ന 3 ഫാക്ടോറിയൽ എഗെയിൻ ഡിസ്ട്രിബ്യൂഷൻ, ഡിവിഷൻ കഴിഞ്ഞ് ഞാൻ എഗെയിൻ ഗ്രൂപ്പിംഗ് കഴിഞ്ഞ് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, തിരിച്ച് എ ബി സിയിലേക്ക് വീണ്ടും അസൈൻ ചെയ്യണം. അപ്പോൾ അവിടെ പെർമ്യൂട്ടേഷൻ വരും. അപ്പോൾ ഇൻറ്റു 3 ഫാക്ടോറിയൽ വരും. അതുകൊണ്ട് ഈ കേസിൽ 3 ഫാക്ടോറിയൽ വെട്ടിപ്പോവും. 9 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ക്യൂബ് തന്നെ വരും. നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ m പ്ലസ് n പ്ലസ് പി ഫാക്ടോറിയൽ ബൈ m ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ p ഫാക്ടോറിയൽ വരിക ഡിസ്റ്റിങ്ക്റ്റ് ആവുമ്പോൾ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി ഡിവിഷൻ ഡിസ്റ്റിങ്ക്റ്റ് ആവുമ്പോഴാണ് നമ്മൾ ഈ ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്യാം. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സബ്സെറ്റ്സ് അത് സെയിം ആവുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു, ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവിഷനകത്ത് നമ്മളിത് ബ്ലൈൻഡ്ലി ഈ ഫോർമുല അപ്ലൈ ചെയ്യരുത്, പകരം ഒരു 3 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം നമ്മൾ ഈ ഡിവിഷൻ നടത്തുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഡിസ്റ്റിങ്ഷൻ വരെ എപ്പോഴാണ്? m പ്ലസ് n പ്ലസ് പിയിൽ ഡിസ്റ്റിങ്ഷൻ വരുന്നതിന് കാരണം എമ്മും എന്നും പിയും ഡിസ്റ്റിങ്ക്റ്റ് ആകുമ്പോഴാണ് അവിടെ ഡിസ്റ്റിങ്ഷൻ വരുന്നത്. ഇവിടെ ഡിസ്റ്റിങ്ഷൻ ഇല്ല. അപ്പോൾ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഡിസ്റ്റിങ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം 3 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് എന്താ, ഇവിടെ അഗെയിൻ എ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി സിയിലേക്ക് നമ്മൾ അഗെയിൻ അസൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ അവിടെ അഗെയിൻ എനിക്ക് അസൈൻ ചെയ്യാനായിട്ട് 3 ഫാക്ടോറിയൽ വൈസ് വരും. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ഫാക്ടോറിയൽ വെട്ടിപ്പോവും. ആൻസർ 9 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ക്യൂബ് എന്ന് തന്നെയാണ് വരാം. ഇങ്ങനെ ഒരു രീതിയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ, വീണ്ടും നമുക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഫോം ആണ്, നിങ്ങൾക്കൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. dy/dx + 2x / 1 + x² × y is equal to this. ഏത് പാറ്റേണിൽ വരും? വളരെ ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ഓൺ ലീനിയർ ഫോം അല്ലേ. dy/dx + py is equal to q എന്ന് പറയുന്ന ലീനിയർ ഫോമിലാണ്. പിന്നെ ഈ ക്വസ്റ്റ്യനിലൊരു പ്രത്യേകത, അവർ ഒരു കാര്യം ഇവിടെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഏരിയയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു e⁻² 2x/1 + x² dx ഈക്വൽ ടു വാട്ട്?
ഇ റൈസ് ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലോഗ് ഓഫ് എന്നെഴുതാം. ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. സോറി, നോട്ട് ഡി എക്സ്, ഇൻ്റഗ്രേഷൻ കഴിഞ്ഞില്ല, ഇനി എന്തിനാ ഡി എക്സ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ബേസ് ഇ ആണ്. ആൻസർ ഈസ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ 1 പ്ലസ് എക്സ് സ്ക്വയർ കിട്ടി. ഇറ്റ്സ് സൊല്യൂഷൻ എങ്ങനെ വരും? സൊല്യൂഷൻ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റൈസ് ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഈസ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, dx e raised to 1 plus x square dx. ഇൻ്റഗ്രേഷൻ നടത്താം. ഈക്വൽ ടു y ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, നമുക്കിവിടെ ഈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് t എന്ന് കൊടുത്താൽ 1 പ്ലസ് എക്സ് സ്ക്വയറിന് t എന്ന് കൊടുത്താൽ 2x dx ഈക്വൽ ടു dt എന്ന് കിട്ടും. 2x dx ഈക്വൽ ടു dt. ദെൻ x dx is equal to dt by 2 എന്നും കിട്ടും. സോ ഇൻ്റഗ്രൽ 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം t e റൈസ് ടു 1 ബൈ t e റൈസ് ടു 1 ബൈ t log 1 പ്ലസ് എക്സ് സ്ക്വയർ. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയതിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. 1 സെക്കൻഡ്. യെസ്, y ഈസ് ഈക്വൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു. റിയലി സോറി, ഇവിടെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഹോൾ സ്ക്വയർ വരും. അപ്പോൾ മൊത്തത്തിൽ ഇഷ്യൂ ആയി. ഒരു ഹോൾ സ്ക്വയർ വിട്ടുപോയായിരുന്നു. ഇപ്പം എന്ത് സംഭവിക്കും? അപ്പോൾ e റൈസ് ടു 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ബാക്കി ഓക്കെ, ഈ എക്സ് ഇൻറ്റു ഇ റൈസ് ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. സി, ഇപ്പോൾ നമുക്ക് ടി ഈസ് ഈക്വൽ ടു, ഇവിടെ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കൊടുത്താൽ ഡി ടി ഈസ് ഈക്വൽ ടു 2x dx കിട്ടും. അപ്പോൾ ഇ റൈസ് ടു ഇൻ്റഗ്രൽ 1 ബൈ ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ഇ റൈസ് ടു 1 ബൈ ടി സ്ക്വയർ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ടി റൈസ് ടു മൈനസ് 2, ടി റൈസ് ടു മൈനസ് 2 പ്ലസ് 1, ടി റൈസ് ടു ഇൻ്റഗ്രൽ ടി റൈസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1, ടി റൈസ് ടു മൈനസ് 1 ബൈ മൈനസ് 1 is equal to e raised to minus 1 by t, e raised to minus 1 by t. So which is equal to e raised to minus 1 by 1 plus x square. ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഞാൻ ആദ്യം എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഓക്കെ, ദെൻ ഇനി നമുക്ക് സൊല്യൂഷൻ എഴുതാം. ഇറ്റ്സ് എ സൊല്യൂഷൻ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to minus 1 by 1 plus x square is equal to integral of q. What is q? x into e raised to 1 by 1 plus x square into integrating factor. What is integrating factor? dx. Okay. a raised to into a raised to add ചെയ്യുമ്പോൾ a raised to 0 വരും, കട്ടായിപ്പോൾ. Integral x dx. Its answer is x square by 2 plus c. x square by 2 plus c. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്.
e raised y into e raised to minus 1 by 1 plus x square is equal to x square by 2 plus c. y of 0 is equal to 0 എന്നൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. c കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എക്സിന് 0യും വൈക്ക് 0യും കൊടുത്താൽ ലെഫ്റ്റ് സൈഡ് becomes 0, right side becomes 0 plus c, so c is also 0. Our equation is y into e raised to minus 1 by 1 plus x square is equal to x square by 2. This is our equation. That's our equation. Find the area bounded by this and this. That's our question. Find the area bounded by which this function is x square by 2. Area bounded by x square by 2 and y minus x equal to 4. This is a parabola. F of x is equal to f of x means y is equal to f of x is equal to f of x equal to no y is equal to this is a parabola, this is a line. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. x square by 2 in this form and the line. This is the parabola, y is equal to x square by 2. Line, put x equal to 0, y is equal to 4. Put y is equal to 0, x equal to minus 4. ഇപ്പോൾ 4 കുറച്ചുകൂടെ താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്യാം നമുക്ക്. മൈനസ് ദിസ് ലൈൻ. Find the area between these two curves. എന്ത് ചെയ്യും? ഇൻ ടൈംസ് ഓഫ് എക്സ് നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തുകയാണ്. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഫ്രം ഹിയർ ടു ഫ്രം ഹിയർ സോൾവ് ചെയ്താൽ മതി. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 ഇവിടെ കൊടുത്താൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 4. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. എക്സ് മൈനസ് 4 ഇൻറ്റു നോട്ട് 4, ഇറ്റ് ഈസ് 8. ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. 8 എനിക്ക് തെറ്റി. എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 is equal to 0. We get x equal to minus 2 and x equal to 4. So we integrate from minus 2 to 4. എക്സിൻ്റെ വാല്യൂസ് ആണ് -2 മുതൽ 4 വരെ. ഷെയ്ഡഡ് പോർഷനിൽ അപ്പർ കർവ് ഏതാണ്? ലൈൻ. അപ്പർ കർവ് ഇസ് ലൈൻ. എന്താണ് ലൈനിൻ്റെ y ഈക്വൽ ടു കിട്ടുക? എക്സ് പ്ലസ് 4 minus what is the lower curve? It is parabola, x square by 2 dx. Then integrate it. X square by 2 plus 4x minus x cube by 6, x cube by 3 into 2. From minus 2 to 4. Simplify this. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുത്താൽ 16/2 which is 8. 16 yes minus 64/6. 64/6 is 32/3 minus apply lower limit -2 കൊടുത്താൽ 4/2 it is 2 minus 8 plus 8/6. 8/6 is 4/3. ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി, നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഏരിയയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്കിലും ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു. ഇത് മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേ ഗിവ് എ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു ആൽഫ 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 ബീറ്റ ആൽഫ മൈനസ് ബീറ്റ മൈനസ് ആൽഫ ആൽഫ ആൽഫ. ബി ഈസ് ഫോംഡ് ബൈ കോഫാക്ടർ ഓഫ് മെട്രിക്സ് എ. നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഡിറ്റർമിനന്റ് എ ബി. Determinant AB is equal to determinant of A into what is B? B is a matrix formed by cofactor of A. Here I write B. Determinant AB is written as determinant A into determinant B. Okay, which is equal to determinant A into. ഞാൻ determinant B എന്നുള്ളതിനെ എങ്ങനെ എഴുതുവാണ്? Is equal to determinant of edge of A. Edge of A. അങ്ങനെ എഴുതുന്ന പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പോടെ ഞാൻ കുറച്ച് എഴുതാം. ബി ഈസ് ഈക്വൽ ടു വാട്ട്?
കോഫാക്ടേഴ്സ് ഓഫ് എ, ഈ കോഫാക്ടർ എ ഉണ്ടല്ലോ, ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കും ഞാൻ. അത് പറഞ്ഞിട്ടില്ല. ബി ഈസ് ഈക്വൽ ടു കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാനതിന്റെ ട്രാൻസ്പോസ് കൂടെ എടുത്തു. ഡിറ്റർമിൻ്റ് ആകുമ്പോൾ പ്രശ്നമില്ല. ഞാൻ എന്തിനു ട്രാൻസ്പോസ് എടുത്തു? ഡിറ്റർമിൻ്റ് ആകുമ്പോൾ ഡിറ്റർമിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ്. എന്തിനു ഞാൻ ട്രാൻസ്പോസ് എടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ അഡ്ജ് എന്ന് എഴുതാം. കോഫാക്ടർ ആണെങ്കിൽ അഡ്ജോയിന്റ് എഴുതാൻ പറ്റില്ല. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അഡ്ജോയിന്റ് എഴുതാം. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ഇത് വെച്ച് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു n മൈനസ് 1. n ഈസ് വാട്ട്? ഓർഡർ. എയുടെ ഓർഡർ എത്രയാണ്? എയുടെ ഓർഡർ 3 ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു 3 മൈനസ് 1. സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ക്യൂബ്. ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആൽഫയുടെയും ബീറ്റയുടെയും ടൈമിൽ ഒരു ഇക്വേഷൻ കിട്ടും. വാട്ട് ഈസ് ഡിറ്റർമിനന്റ്? ഡിറ്റർമിനന്റ് ആൽഫ 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 ബീറ്റ ആൽഫ മൈനസ് ബീറ്റ മൈനസ് ആൽഫ ആൽഫ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു ആൽഫ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ. അപ്പോൾ ആ ടൈം 0 ആയി പോകുമല്ലോ അല്ലേ? മൈനസ് ആൽഫ ഇൻറ്റു ആൽഫ ബീറ്റ മൈനസ് മൈനസ് പ്ലസ് ആൽഫ ഇൻറ്റു പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് ആൽഫ സ്ക്വയർ which is equal to alpha cube plus alpha square beta. This term becomes 0. Alpha beta minus alpha beta plus alpha square beta plus alpha cube which is equal to 2 alpha cube plus 2 alpha square beta. ഈ ആൽഫയുടെ ബീറ്റയുടെ ടൈമിലൊരു ഓപ്ഷൻ വന്നിരിക്കും. ഇപ്പോൾ അത് ഓപ്ഷൻ ഏതാണെന്ന് എനിക്കറിയില്ല. 2 ആൽഫ ബീറ്റ വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. 2 ആൽഫ ബീറ്റ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ സ്ക്വയർ ബീറ്റ ഔട്ട് സൈഡ് എടുക്കാം. 2 ആൽഫ സ്ക്വയർ ബീറ്റ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ടൈമിൽ ബീറ്റ ഉണ്ടോ? ഇല്ല. സോ 2 ആൽഫ സ്ക്വയർ വേണമെങ്കിൽ എടുക്കാം ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ആ കോഫാക്ടറിൻ്റെ കാര്യം പറയുന്നു. മെട്രിക്സിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കറക്ഷൻ എങ്ങോ ഇല്ലല്ലോ? ഇല്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കൺസിഡർ ആൻ ഇക്വേഷൻ. ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എ ബി സി ബിലോങ്സ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. എ എക്സ് പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. A, B, C are taken from this set 1, 2, 3, 4, 5, 6. Then the probability that P of X has real and distinct roots. Same type of question കഴിഞ്ഞ സ്ലോട്ടിൽ ഉണ്ടായിരുന്നു. അവിടെ 2 ഈക്വൽ റൂട്ട്സ് ആയിരുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നെഴുതിയാൽ തെറ്റി. റൂട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 മതി. ഒരു സ്റ്റെപ്പോടെ ഞാൻ പറഞ്ഞാൽ ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4ac. ഒരു സ്റ്റെപ്പോടെ എഴുതി കഴിഞ്ഞാൽ എ സി ലെസ് ദാൻ ബി സ്ക്വയർ ബൈ 4. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ആണ് എക്കും ബിക്കും സിക്കും അലോട്ട് ചെയ്യാൻ പറ്റുക. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എക്കും ബിക്കും സിക്കും കൊടുക്കുന്ന വാല്യൂസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ബിക്കം 6 ഇൻറ്റു 6 ഇൻറ്റു 6. കാരണം എക്കും ബിക്കും സിക്കും ഏത് വാല്യൂ എടുക്കാമല്ലോ. ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് പറഞ്ഞിട്ടുള്ള റെപ്പറ്റീഷൻ ആയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ 6 ക്യൂബ് വരും. ന്യൂമറേറ്ററിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് പല കേസസ് വരുമ്പോൾ ഏതെങ്കിലും കേസ് വിട്ടുപോയാൽ ആൻസറിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിപരമായ ഡിസിഷൻ ഈ ക്വസ്റ്റ്യനോടെ മാറ്റി വയ്ക്കുക. അപ്പോൾ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേസമയം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അതായത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് വിചാരിക്കും, ചെയ്യാൻ തുടങ്ങും. സമയം ചിലപ്പോൾ കുറച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് പതുക്കെ ഓരോന്നായിട്ടെടുത്ത് ചെയ്യാം.
ഈ കണ്ടീഷൻ നമുക്ക് നോക്കണം കേട്ടോ. എന്ത്? എ സി ലെസ് ദാൻ ബി സ്ക്വയർ ബൈ 4. ഈ കണ്ടീഷൻ നിന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് കേസ്, ബിക്ക് എ സി ലെസ് ദാൻ ബി സ്ക്വയർ 4 തെറ്റില്ല. ബിക്ക് 1 കൊടുക്കാൻ പറ്റില്ല. എന്താ കാരണം? പ്രോഡക്റ്റ് എടുത്താൽ 1/4 വലുതാവില്ലല്ലോ. 2 കൊടുക്കാനും പറ്റില്ല. 2 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ബി നോട്ട് ഈക്വൽ ടു 1, 2. 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 കൊടുത്തു കഴിഞ്ഞാൽ 4/4 4 കിട്ടും. 4/4 1 കിട്ടും. 1 എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു സി ലെസ് ദാൻ 1 വരണം. അത് പോസിബിൾ ആവില്ലല്ലോ. എ ഇൻറ്റു സി ലെസ് ദാൻ 1 എങ്ങനെയാണ് വരിക? ഈക്വൽ ടു 1 എഴുതാമായിരുന്നു. ലെസ് ദാൻ ഈക്വൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഈക്വൽ ഇല്ല. അപ്പോൾ ആ 2 കേസ് ഞാൻ ഒഴിവാക്കി. ഇനി ഓരോ കേസായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ബി ഇസ് ഈക്വൽ ടു 3 കൊടുത്തു. ബി 3 കൊടുത്താൽ എ ഇൻറ്റു സി ലെസ് ദാൻ 9/4. 9/4 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 പോയിന്റ് സംതിങ്. എത്ര കേസുകൾ നമുക്ക് എഴുതാൻ പറ്റും? ഹൗ മെനി കേസ്? എ ഇൻറ്റു സി 1 എഴുതാം, 1 എഴുതാം, 2 എഴുതാം. ഞാൻ എല്ലാ കേസും എഴുതുന്നില്ല കേട്ടോ. 3 കേസ്. ഏതെങ്കിലും കേസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ബി ഇസ് ഈക്വൽ ടു 4 കൊടുത്തു. അപ്പോൾ എ സി ലെസ് ദാൻ 16/4 വിച്ച് ഈസ് 4 അല്ലേ? 4 കൊടുത്താൽ 16/4. 16/4 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. 4-നേക്കാൾ ലെസ് ആയിരിക്കണം. പറഞ്ഞോ. 1 1 1 2 1 2 എടുക്കുമ്പോൾ 2 1 എടുക്കാം. 1 3 3 1 5 കേസ്. 1 4 പറ്റില്ല കേട്ടോ, ഈക്വൽ ആവും. 5 കേസ്. അടുത്ത കേസൊക്കെ വരുമ്പോൾ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവും. ബി ഇസ് ഈക്വൽ ടു 5 കൊടുത്താൽ എ ഇൻറ്റു സി ലെസ് ദാൻ 5 സ്ക്വയർ 25. 25/4 എന്ന് പറഞ്ഞാൽ ഏകദേശം 6 പോയിന്റ് സംതിങ്. അതായത് 6 വരെ നമുക്ക് അലൗഡ് ആണ്. പറഞ്ഞോ. അപ്പോൾ 1 1 1 2 1 3 1 4 1 5 1 6 എക്കും സിയുടെ കാര്യമായിട്ടോ പറയുന്നത്. ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആ. 1 1 1 2 1 3 1 4 1 5 1 6 ഇതെല്ലാം തിരിച്ചിട്ടോ. അപ്പോൾ 1 1 1 2 1 3 1 4 1 5 1 6 6 കേസ് ഉണ്ട്. ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ 1 1 2 1 3 1 12 കേസ് കിട്ടില്ല കേട്ടോ. കാരണം 1 1 റിവേഴ്സ് ചെയ്താൽ 1 1 തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ അതിനകത്തുനിന്നൊരു 11 കേസ് കിട്ടും. തീർന്നിട്ടില്ല. 2 3 എടുക്കാൻ പറ്റുമോ? 2 3 എടുക്കാൻ പറ്റില്ല. 2 3 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റും. 6 പോയിന്റ് സംതിങ് അല്ലേ? അപ്പോൾ 6 എടുക്കാലോ. 2 3 എടുത്താൽ 3 2 എടുക്കും. 2 3 എടുത്താൽ 3 2 എടുക്കും. ഇപ്പോൾ 2 കേസ് കിട്ടി. വേറെ ഏതെങ്കിലും പറ്റുമോ? 2 3 2 2 ഒരു കേസോടെ പറ്റും. 2 2 അപ്പോൾ 15 കിട്ടും. പറയണ ഏതാന്ന്? ഇത് 2 3 3 2 ഇത് 2 2 ഇത് ചിലപ്പോൾ വിട്ടുപോയനെ. ഇനിയൊന്നും വിട്ടുപോയിട്ടില്ല. ലാസ്റ്റ് കേസ് ബി ഇസ് ഈക്വൽ ടു 6 കൊടുത്തു. ബി ഈക്വൽ ടു 6 കൊടുക്കുമ്പോൾ എ സി എന്ന് പറയുന്നത് 6 സ്ക്വയർ 36 36/6 6 36/4 അല്ലേ? ദാറ്റ് ഈസ് 36/4 വിച്ച് ഈസ് 9. 9-നേക്കാൾ ലെസ് ആയിരിക്കണം. 9-നേക്കാൾ ലെസ് ആയിരിക്കണം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ലെസ് ദാൻ 9. ലെസ് ദാൻ 9 എന്ന് പറയുമ്പോൾ നമുക്ക് 11 കേസ് എന്തായാലും എടുക്കാം, കുഴപ്പമില്ല. ഇനി ഈ കൊടുത്തിരിക്കുന്ന കേസുകളിലേക്ക് വന്നാൽ ലെസ് ദാൻ 9 2 3 3 2 2 4 4 2 അപ്പോൾ ആ 4 കേസ് എടുക്കും. ദെൻ 2 2 3 3 പറ്റുമോ? പറ്റില്ല. 2 2 അപ്പോൾ ഒരു കേസോടെ പറ്റും അല്ലേ? അപ്പോൾ 16 കേസ്. ഇത്രയും കേസസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ 3 + 5 + 15 + 16 എത്ര കിട്ടും? 15 + 16 31. 31 + 8
31 plus 8. 39. 39 by 6 into 6 into 6. ഏതെങ്കിലും കേസ് വിട്ടുപോയിട്ടുണ്ടോ? അത് ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടോ? ലെസ് ദാൻ 6, ലെസ് 6 പോയിന്റ് സംതിങ്, 6 പോയിന്റ് സംതിങ്ങിൽ 1 1 1 2 1 3 അങ്ങനെ 11 കേസ് വരും. പ്ലസ് 2 3. ഇവിടെ തെറ്റിയില്ലോ മക്കളെ. 11 പ്ലസ് 3, 11 പ്ലസ് 3 ആരാ? 15 എന്ന് പറഞ്ഞേ. 11 പ്ലസ് 3 14 അല്ലേ വരുള്ളൂ. സോ ദിസ് ബിക്കം 14 പ്ലസ്, അപ്പോൾ ഇവിടെ ഒരു ചെറിയ കറക്ഷൻ വന്നില്ലേ? 38 മതിയല്ലോ. 38. അപ്പോൾ 38 by 6 into 6. വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് എഴുതാം. ഇതും വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് 19 ആക്കി താഴെ 3 എഴുതി. സോ 19 by 36 into 3. 19 by 36 into 3. കേസുകളൊന്നും വിട്ടുപോയിട്ടില്ല. നമ്മളിപ്പോൾ ഈ ഒരു ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് ചെറിയൊരു കറക്ഷൻ നമുക്ക് വന്നത്. ഇത് ഞാൻ ആഡ് ചെയ്തപ്പോൾ 14 എന്നുള്ളതിന് പകരം 15 എഴുതി. ശരിയല്ലേ? 6 പോയിന്റ് സംതിങ് വരും. 6ന്റെ കേസ് എടുത്തു. ഈ കേസ് എന്തായാലും ഇതിനകത്ത് രണ്ടിലും കയറി വരും. 11 കേസ്, നോ പ്രോബ്ലം. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലൈൻ എൽ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ്. സി, ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ y മൈനസ് 2x ഈക്വൽ ടു 10. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? ജസ്റ്റ് എക്സ് വൈയുടെ കോഎഫിഷ്യൻ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് സൈനും മാറ്റി സീക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. ദിസ് ഈസ് പെർപെൻഡിക്കുലർ ലൈൻ. ഇതാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ. ആ ലൈൻ എന്ത് ചെയ്തു? ലൈൻ ഇറ്റ് ടച്ചസ് ദി പരാബോള. ടച്ചസ് ദി പരാബോള. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ലൈനും പരാബോളയും ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കെ കിട്ടണം. എങ്ങനെ കിട്ടും? ഞാൻ ഈ ലൈൻ്റെ ഇക്വേഷനിൽ നിന്ന് വൈയുടെ വാല്യൂ കെ മൈനസ് എക്സ് ബൈ 2 കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അങ്ങനെ കെ മൈനസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x മൈനസ് 36 കിട്ടി. ശരിയല്ലേ? അതെ. കെ സ്ക്വയർ മൈനസ് 2kx, k square minus 2kx plus x square is equal to 16x minus 16 into 9, 144 വരും അല്ലേ? 4 144. x square minus 2k minus 16 into x. മൈനസ് ഇപ്പോൾ വരുമ്പോൾ പ്ലസ് ആയിക്കോട്ടെ. മൈനസ് പ്ലസ് കെ സ്ക്വയർ പ്ലസ് 144 is equal to 0. This is a quadratic equation in terms of x. In this quadratic equation, b square minus 4ac is equal to 0. Why? This line just touch the parabola. Touch means only one solution, only one point. So I write b square minus 4ac equal to 0. B square is this square. 4k square plus 32 into 2, 64k plus 256 minus 4 into AC, 4k square minus 144 into 4, 144 into 4. Then 6, 16, 1, 7, 576 is equal to 0. 4k square cancelled. Then 64k is equal to
സബ്ട്രാക്ട് ചെയ്താൽ 6, 56, 0, 2, 3, 320. K is equal to 320 by 64. Kയുടെ വാല്യൂയിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ? 32, 64 into 64. 4 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. 4 വെച്ച് കട്ട് ചെയ്താൽ 16 വരും. ഇവിടെയോ 80 വരും. ദെൻ വീണ്ടും നമുക്ക് 16 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 20 വരും. സോ ആൻസർ ബിക്കം 5. ആൻസർ ബിക്കം 5. K is equal to 5. Kക്ക് നമുക്കൊരു വാല്യൂ കിട്ടും. ആ കെയുടെ വാല്യൂ എടുത്ത് ഈ ഇക്വേഷനിൽ കൊടുക്കും. 2y പ്ലസ് എക്സ് is equal to 5. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ പരാബോളയും ഈ ലൈനോടെ സോൾവ് ചെയ്യും. പരാബോളയിൽ ലൈന് സോൾവ് ചെയ്യും. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, കെയുടെ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ പരാബോളയിൽ ലൈന് സോൾവ് ചെയ്യും. അല്ലെങ്കിൽ കെയുടെ വാല്യൂ ഇവിടെ കൊടുത്താലും മതി. കെയുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊടുക്കുന്നു. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. എക്സ് കണ്ടുപിടിക്കും. എക്സ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ കിട്ടും. അങ്ങനെ എക്സ് വൈ കോർഡിനേറ്റ് കിട്ടും. എക്സ് വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ പോയിന്റ് കിട്ടി. ദെൻ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, കുറച്ച് കാൽക്കുലേഷൻ ഉള്ളൂ. ഞാൻ കാൽക്കുലേഷനിലേക്ക് പോകുന്നില്ല, ഐഡിയ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദിസ് ഫ്രം ലിമിറ്റ് 2x square minus x plus 2 equal to 0 has one root is a. ഒരു റൂട്ട് a ആണ്. സി 2x square minus x plus 2 is equal to 0. What is product of root? ഒരു റൂട്ട് ആൽഫയാണ്, അടുത്ത റൂട്ട് എ ആണെന്നിരിക്കട്ടെ, ഒരു തന്നിട്ടുണ്ട് അവർ. ദെൻ ആൽഫ ഇൻറ്റു എ is equal to 1. Product of root is c by a. Product of root is c by a, which is equal to 1. So what is alpha? Alpha is equal to 1 by a. അപ്പോൾ ഒരു റൂട്ട് എ ആണെങ്കിൽ അടുത്ത റൂട്ട് 1 by a ആണ്. a, 1 by a. These are the two roots. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 by a, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 by a, 16 ഇൻറ്റു 16 വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് കിട്ടേക്കാം. 16 ഇൻറ്റു 1 മൈനസ് കോസ്. സി റൈറ്റ് ദിസ് ആസ് 1 മൈനസ് കോസ്. 2 നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ an equation x square minus x by 2 plus 1. റൂട്ട്സ് വരുന്നത് a 1 by a ആണ്. സോ വി റൈറ്റ് ഇറ്റ് ആസ് x minus a into x minus 1 by a whole divided by, from denominator I take a is common, x minus 1 by a the whole square. സ്ക്വയർ ഇവിടെയും കൊടുത്തു. അപ്പോൾ ഈ ഫോമിൽ വരുന്നല്ലോ എന്ന് വെച്ചിട്ടാണ്. 16 by a square ഔട്ട്സൈഡ് എടുത്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 by a, 1 minus cos 2 theta is 1 minus cos 2a, 2 sin square a, 2 sin square x minus a into x minus 1 by a divided by a square into x minus 1 by a the whole square. അല്ല, a square നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. ഓക്കെ, ഇപ്പോൾ എക്സിന് 1 by a കൊടുക്കുമ്പോൾ ദിസ് ക്വാണ്ടിറ്റി ബിക്കം 0, ഡിനോമിനേറ്റർ 0. അത് 1 എന്ന് എഴുതണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഹോൾ സ്ക്വയർ കോമൺ ആണ് കേട്ടോ. ഹോൾ സ്ക്വയർ നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് ഇടാം. അപ്പോൾ എക്സ് മൈനസ് 1 by a എന്നിട്ട് ഈ ഹോൾ സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ 1 കിട്ടണമെങ്കിൽ ഇവിടെ എക്സ് മൈനസ് എ വേണം. കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ക്വാണ്ടിറ്റി ബിക്കം 1.
സൈൻ ആംഗിൾ ഡിനോമിനേറ്റർ വന്നു. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആൻസർ ആയിട്ട് എഴുതാം. 16/a² ഉണ്ട്, ഇൻറ്റു 2 ഉണ്ട്. എക്സ് ടെൻസ് ടു 1/a ആണ്. അപ്പോൾ 1/a മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇത് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1 മൈനസ് a². സോ 32/a, ഇവിടെ ഒരു a² ഒരു a² ഉണ്ട്, a⁴ ഇൻറ്റു 1 മൈനസ് a² ദ ഹോൾ സ്ക്വയർ ആൻസർ. ഓക്കെ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ആൻസർ ഇതിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഒരു ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാവും y is equal to 2 cos 2θ plus cos θ by cos 3θ plus cos square θ plus cos θ y double dash plus y dash plus y is. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ട്രിഗണോമെട്രിക് ഫോർമുല അപ്ലൈ ചെയ്ത് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും നോക്കിക്കോളൂ. നമുക്കിതിനൊരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എത്തിക്കാം. വളരെ പെട്ടെന്ന് തന്നെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എത്തിക്കാം. y is equal to, ന്യൂമറേറ്റർ നമുക്കൊന്നും ചെയ്യാനില്ല, ഇറ്റ് ബിക്കം 2 cos 2θ plus cos θ ബൈ ഡിനോമിനേറ്റർ ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ് നടത്താം. ഏത്, ഈ cos θ പ്ലസ് cos 3θ നമുക്ക് അടുത്തെടുത്താൽ cos c പ്ലസ് cos t ഫോർമുല അപ്ലൈ ചെയ്താൽ 2 cos square 2 cos c plus d by 2 3θ plus θ 4θ by 2 it is 2θ into cos c minus d by 2 3θ minus θ 2θ 2θ by 2 it is cos θ. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്താൽ 2 cos 2θ into cos θ പ്ലസ് ദേ cos square θ, ഈ cos square θ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ആവേണ്ടിയിരിക്കുന്നു. ഡയറക്റ്റ് ഡിഫറൻസിയേഷനിൽ എന്തായാലും ഇത് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. y ഡബിൾ ഡാഷ് ഉണ്ട്, y ഡാഷ് ഉണ്ട്, ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്ത് കൊടുക്കൂല. അപ്പോൾ ഇതിനകത്ത് ട്രിഗണോമെട്രി എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഈ ഫോർമുല തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോർമുല ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കഴിയുന്ന സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എത്തിക്കുക. ന്യൂമറേറ്റർ ഒന്നും ചെയ്യേണ്ട, അതേ ഡിനോമിനേറ്ററിൽ നിന്ന് cos θ ഔട്ട് സൈഡ് എടുത്താൽ മതി. ഡിനോമിനേറ്ററിൽ നിന്ന് cos θ ഔട്ട് സൈഡ് എടുത്താൽ 2 cos 2θ പ്ലസ് cos θ കിട്ടി. ആ സംഗതി തന്നെയല്ലേ ന്യൂമറേറ്ററിൽ കിടക്കണേ, 2 cos 2θ പ്ലസ് cos θ. ദേ ഇത് രണ്ടും കട്ടായിപ്പോയി. ആൻസർ 1/cos sec. ഇനി ഇതൊക്കെ ഡിഫറൻസിയേഷൻ നടത്തി എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. sec θ y dash is what, sec θ into tan θ, then y double dash ചെയ്യുമ്പോൾ ഒന്ന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തേക്കും. അത് ചെയ്യേണ്ട ആവശ്യമില്ലോ. sec θ ഇൻറ്റു tan θ ഡെറിവേറ്റീവ് sec സ്ക്വയർ θ പ്ലസ് tan θ ഇൻറ്റു sec θയുടെ sec θ tan θ. ഇനിയിപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. നമുക്ക് കിട്ടിയ ഐഡിയ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. ദെൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് പ്ലസ് y. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത സബ്ജക്റ്റുമായിട്ട് അടുത്ത സാറെത്തും.
Yes. Let's have a discussion on the remaining possible questions from the chemistry part. It's an organic chemistry question we have. Anisole treated with HCl. We get A and B respectively. So what is A and B? First of all, you must know what is anisole. Anisole, all of us know it is methoxybenzene. This is anisole, methoxybenzene. And this treated with the HCl. The point is very simple. It is not going to cleave here. It is not going to cleave here. It is going to cleave here only. Right? There is carbon benzene ring connected to oxygen connected to benzene ring. There is a partial double bond character. So there is no cleavage over there. So it is always we are getting phenol as one product. When aromatic ether like this interacting with HX, always one product will be, yes, phenol. So this is out. This is out. We want phenol and methanol is wrong. It is option 2. Phenol and methyl chloride. So this is O minus will capture H plus and CS3 plus will interact with the Cl minus. You get chloromethane and phenol. Right? Second choice. Next one. This is a diagram given. We want to find the ratio of RF factor. So it is related to chromatography. RF factor, ratio of RF factor of P versus R. So where is P, where is R? So here we have P, here we have P, and here we have R. So what is RF for P? RF for P will be the distance traveled by the component P. Distance traveled by the component P, that is 5, divided by distance traveled by the solvent. This is distance traveled by the solvent. It is 12.5. What about RF factor for R? RF factor for R will be distance covered by R. It is 10 divided by distance covered by the solvent, 12.5. So the matter is over. What is the ratio between them? So it is 5 by 12.5, 10 by 12.5. It is 1 by 2. It is 1:2. Answer is 1:2. Maybe 0.5 or 1:2, whatever the way, the answer is reported. So distance covered by component divided by the distance covered by solvent, that is called a RF factor. Simple knowledge will give you the answer straight away. Next question. Next. IUPAC name of the compound. IUPAC name of the compound, very simple to understand. This is the principal functional group. This is the principal functional group. Yes, carboxylic acid group. That is the principal functional group starting from here. 1, 2, 3, 4, 5, 6, 7. So it is heptaenoic acid, and the third position you have CHO group. Hope you understand that is a 4-mile group, CHO group. So it will be 3,4-mile. 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 Hepta 6-enoic acid. That is the correct name. It will be 3,4-mile hepta 6-enoic acid. That is the correct answer. Right? Next one. So there is a bromo derivative given. It is OH with the alcohol. So it is alcoholic KOH, alcoholic NaOH will promote dehydrohalogenation reaction, and dehydrohalogenation reaction will promote Seychef product, most substituted alkene. So from this alpha carbon, bromine will go, and from this beta carbon, hydrogen will be eliminated either from here or from here, no problem. So a double bond will appear there. A double bond will appear. Option 3 is the correct answer. Seychef elimination. Seychef elimination. Nothing more to explain. Next one.
calculate lambda minimum. Calculate lambda minimum for Balmer series of hydrogen atom in Armstrong. Given lambda maximum for Lyman series of hydrogen atom. So we need to find a lambda minimum. So 1 by lambda minimum equal to nu bar is equal to RH into Balmer series lambda minimum. Lambda minimum means frequency maximum, energy maximum. So maximum energy transition in Balmer series, maximum energy transition in Balmer series, it will be infinity to 2. So it will be 1 by 2 square minus 1 by infinite square. So what do you get is RH into 1 by 4, isn't it? RH into 1 by 4. And now what is given? What is given is lambda max for Lyman series of hydrogen atom. Lambda max means minimum energy. Minimum energy Lyman series will be from 2 to 1. So 2 to 1 lambda max it is given. Lambda max it is given 912. So it is 1 by 912 equal to nu bar equal to RH into 2 to 1 transition, so it is 1 by 1 square. 1 by 1 square minus 1 by 2 square. So that will be RH into 3 by 4. RH into 3 by 4 is equal to 1 by 912. Therefore, what is RH? Therefore, RH is equal to 4 by 3 into 912, isn't it? This can be substituted over here. This can be substituted over here. So it will be 4 by 3 into 912 into 1 by 4 will cancel. So 1 by lambda minimum equal to 1 by 3 into 912. Therefore lambda minimum will be 3 into 912. How much? 3 into 912. 6, 3, 27. 2736 Armstrong. That is the answer. 2736 Armstrong. That is the answer. So we want 1 by lambda, we want lambda minimum. So 1 by lambda minimum for this transition will be this formula, and that is RH into 1 by 4. And from the given data, we can get RH is equal to 4 by 3 lambda max given in the question. So we can relate that RH over here to get the final result. Okay. Yes. Next one. Acidic oxide, which is acidic oxide. Acidic oxide. See, first choice itself is acidic oxide, as this is neutral, and this is basic. All others are basic. Sorry, the two are neutral, one is basic, this is acidic, N2O3 is acidic in nature. Next. Now there is a matching type question. ICL A matches with linear. ICL A matches with linear R. So A matches with R. ICL3 it is sp3 dehybridization and bend T shape. ICL3 bend T shape. It will be like this, no? ICL3 bend T shape. The 2,3 chlorine come like this with the 2 lone pairs like this, bend T shape. So this go with this. So B with P. Now ClF5 it is sp3 D2 hybridization and square pyramidal, right? Square pyramidal. ClF3 will be like this. Chlorine F1, 2, 3, 4 and 5. This is ClF3 square
pyramidal. Square pyramidal with one lone pair. AB5 E-type molecule. The square pyramidal. This with S. So C with S. And at last IF7. This is IF7, right? IF7. IF7 will be pentagonal bipyramidal. IF7 pentagonal bipyramidal. This is IF7 pentagonal bipyramidal. The 5 fluorine in the plane and one above, one below, like this. This is IF7 pentagonal bipyramidal, isn't it? So that will match with the Q. So D with the Q. So A R linear, B P T shape, Cl F5 square pyramidal S, and D with the Q. That is the perfect matching. Okay, next one. And here we have one question. Thermodynamic, it seems, right. Calculate enthalpy formation. 2 moles enthalpy formation. 2 moles of benzene at 25 degrees Celsius. Given enthalpy combustion of benzene minus 3264.6. Enthalpy combustion of carbon is given. Enthalpy formation of H2O given, right? So we need to find the enthalpy formation, calculate enthalpy formation, 2 moles of benzene. So it is 6 carbon plus 3 H2 giving C6H6. This is enthalpy formation of benzene. Right, where enthalpy combustion data for carbon is given. It is given minus 393.5, right? And that of hydrogen, it is not available. That of benzene, it is available minus 3264.6. That data is available, and we need to find out this. Now we need hydrogen combustion data, and that is nothing but we can get it from here. You see that H2 plus half O2 giving H2O, and this data is given. Enthalpy formation of water given minus 285.83. This is nothing but enthalpy combustion of hydrogen. So this is indirectly given enthalpy combustion of hydrogen 285.83. So that data is also available. Now what is the enthalpy of reaction? Enthalpy of reaction equal to sum of enthalpy combustion reactants minus sum of enthalpy combustion of products. That means it is minus 393.5 into 6 plus minus 393.5 into 6 plus minus 285.83 into 3, right? That is reactant side minus that of product side. It is minus 3264.6 minus 3264.6. That is the enthalpy of reaction, nothing but enthalpy formation of benzene. Enthalpy formation of benzene, right? This is somewhat 400 into 6, 2400 range. This is somewhat 800 range. So it is 3200 range. 3200 minus and 3264, that is plus. So the value will be plus definitely. Value will be plus definitely. So it can be
It can be plus value, not a minus value, because this value will come around minus 3200 range, and this is minus of minus plus 3200, 300 range. So it will be plus only. It can be option C. But that is enthalpy formation for 1 mole benzene. I think it is asked for 2 mole benzene. If so, the answer will be 2 times that. If so, the answer will be 2 times that. Suppose for 1 mole we are getting this, for 2 mole it will be 2 times. Somewhat 92 something, but I think the choices are maybe the choices reported by the students may be slightly different, right? You see, either here this 2 mole may not be available. Then I think when we work out 400, 2400, somewhat 280, some 900, below 900. So it will be somewhat 3200 range only, minus 3200 range, and this will be minus of minus 3264. So it will be plus 40, 50 range will be the final result for this calculation. So answer should be this one. But that is for 1 mole of benzene. It is asked for 2 mole. If this is correct, then the choice would have been whatever we get the calculated figure here, the double that should be the answer. Or it is not available like this. Then the answer can be taken as option C, I believe. Okay, next question. There are 2 statements available. Ammonia is more polar than NF3, correct? Ammonia is more polar than NF3. Many times you have discussed that. Then nitrogen-hydrogen dipole directed towards nitrogen, while in case of NF3 towards fluorine. And that exactly is the reason. This is ammonia. Where the dipole directed like this, and lone pair away from here, so you get a net dipole like this maximum, while in NF3 there will be some sort of cancellation. See, the lone pair is like this and fluorine like this, so there will be some sort of cancellation. Therefore dipole moment of ammonia greater than NF3, that is the correct one, and it is correct justification also. Both are correct statement and correct justification also. I am not sure how the choices are given. Okay, next one. Yes. Which of the following metal ions can replace hydrogen ion from acidic solution? Vanadium 2+, titanium 2+, chromium 2+. 3 very famous example whose standard reduction potential you can refer from the textbook. It is negative figure. Therefore, the answer is all of them. All can displace hydrogen. They have negative reduction potential and falling below hydrogen, and it will displace. Right? Answer is C. Direct data based conceptual question from the NCERT. Next. In the following reaction, HCl formed is titrated with a 0.2 mole NaOH. Calculate the mass of aniline, not aniline, C2H5NH2, ethanamine taken initially. Please have a look at the reaction. It is ethanamine. NaNO2, it will give ethyl disonium chloride, which will be converted to alcohol, and from there we get HCl. You see, alcohol, and from there we get HCl. The point is, 1 mole here react, you get 1 mole here, that's it. 1 mole here you react, you get 1 mole here. So it is 1:1 ratio. It is 1:1 ratio. And it is said that 0.2 HCl formed titrated with the 0.2 mole NaOH. See, HCl NaOH react 1:1 ratio. So this is 0.2 mole.
means this is 0.2 mole. That means this is 0.2 mole. That means this is 0.2 mole. So ethylamine taken initially is 0.2 mole. So what is the mass? I think we want mass. Calculate the mass of ethylamine. It will be 0.2 mole into molar mass. What is the molar mass of ethylamine? C2H5, 27, 5, 14, 2. 27, 27, 37, 41, 46, 48, right? Right. 24, it's not 27, 24, 24, 34, 38, 40, 45. So it is 45. So 0.2 into 45, that is 9 gram. 9 gram, 9 is the answer. 9 is the answer. So NaOH 0.2, therefore HCl 0.2, therefore aniline taken initially 0.2. And the mass is 0.2 into molar mass. Okay, next. There is a square planar complex given. There is a square planar complex given. MXYLZ. MXYLZ. For unidentate ligand. Then find out the total number of geometrical isomers. Total number of geometrical isomers. Many times repeatedly came question. MABCD having 3 isomers. There are 3 isomers, square planar complex. There are 3 isomers, MXY, MXY, MXL, MXZ. It can be MXY configuration, MXL configuration, MXZ configuration. You fix the X position and keep on changing the other to get 3 different configurations. Very famous, popular, repeatedly came question many times. Next one. How many species have D 0 electron in T2? How many have 0 electron in T2? T2. This is TiCl4, that is Ti4 plus, that is D0 system. So that is no T2 electron. I think this is MnO4 minus. MnO4 minus is +7 state. Again D0 system, that is answer. Here it is iron +6 state. Iron +6 means D2. D2. In D2, there can't be any electron in T2 orbital. This is Eg, not Eg. This is E orbital at the bottom and this is T2 orbital at the top. Here you have 2 electrons that will be filled here and T2 electron will be 0. Here it is FeCl4 minus maybe. So it is Fe3 plus. Fe3 plus means D5 system. In D5 system there will be electron here. And cobalt 3 plus. Cobalt 3 plus is D6 system. There will be electron here. I mean there will be electron in T2. So these two there will be electron in T2 orbital. While these 3 will not, because this is D0, this is D0, this is D2. The 2 electron will be available here only. So the answer is 3. Answer is 3. Okay, next. Now, chromite ore, you know chromite ore, Fe2CrO4.
that is treated with the sodium carbonate and air, you get a sodium chromate. A will be sodium chromate, Na2CrO4, and B is Fe2O3, you know, and carbon dioxide. Now what is the question? What is the value of sum of magnetic moment in A and B? Value of sum of magnetic moment in A and B. Here chromium is +6, therefore D0. So no unpaired electron, it is 0. What about here? Here it is 3 plus, iron 3 plus. Iron 3 plus means D6S2. So 5 unpaired electron. Here you have 5 unpaired electron. So magnetic moment will be 5.9 Bohr magneton. 5.9 Bohr magneton, right? So the nearest integer, this is 0, this is 5.9. Let us close 6. 6 is the answer. So from sodium chromate, chromium +6, D0, diamagnetic. While in Fe2O3, 5 unpaired electron, we have 5.9, close to 6. Next one. No, that was the last question. So almost 28 questions we did from the shift 2 of today's JEE exam. With tomorrow's exam, we will meet in the next session tomorrow, immediately after the first schedule exam, probably by 12 o'clock, 12:30. Okay, good night and see you. Bye. ഓക്കെ ഡിയർ ചിൽഡ്രൻ, മാത്തമാറ്റിക്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കിട്ടിയിട്ടുണ്ട്, നമുക്കത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫംഗ്ഷനിൽ നിന്നാണ്, കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ് മൈനസ് 1, ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് പ്ലസ് 1 വെൻ എക്സ് ലെസ് ദാൻ 0, ദെൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. 1 1 ആൻഡ് ഓൺ 2, 1 1 ബട്ട് നോട്ട് ഓൺ 2, ഓൺ 2 ബട്ട് നോട്ട് 1 1, നോട്ട് ബോത്ത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് രണ്ട് കേസാണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1 വരും ഒരു കേസ്, എപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അല്ലെങ്കിലോ നെഗറ്റീവ് കേസ് വരാം. നെഗറ്റീവ് കേസ് എപ്പോഴാണ് വരിക? 1 മൈനസ് എക്സ് വരും. എപ്പോഴും വരും? എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ. ഇതാണ് എഫ് ഓഫ് എക്സ്. ഇനി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ്. എപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് പ്ലസ് 1 എക്സ് ലെസ് ദാൻ 0. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എഫ് ഓഫ് ജി ഓഫ് എക്സ് നോക്കണം. എഫ് ഓഫ് ജി ഓഫ് എക്സ്, അപ്പോൾ എഫ് ഓഫ് ഇ റേസ് ടു എക്സ് ആണ്. ജി ഓഫ് എക്സ് ഫസ്റ്റ് കേസ് എടുക്കാം. ഇ റേസ് ടു എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ അത്
എക്സുമായിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം എന്ത് വരും? ഇ റേസ്റ്റ് എക്സ് മൈനസ് 1 വരും. ഇനി ഒരു കേസും കൂടി വരും. എന്ത് വരും? എഫ് ഓഫ് 1 മൈനസ് എക്സ് നെഗറ്റീവ് വരുന്ന കേസ്. എഫ് ഓഫ് 1 മൈനസ് എക്സിന് എന്ത് വരും? അപ്പോൾ 1 മൈനസ് എക്സ് അല്ലേ? അപ്പോൾ എക്സിന് ഈ 1 മൈനസ് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. 1 minus 1 minus x. എക്സ് പ്ലസ് 1 സോറി എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 1 cancel minus x. അപ്പോൾ ഒരു കേസിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇ റേസ്റ്റ് എക്സ് മൈനസ് 1 വന്നു, മറ്റേ കേസിൽ മൈനസ് എക്സ് വന്നു. നമുക്ക് ഗ്രാഫ് ഒന്ന് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടും ഗ്രാഫ് ഒന്ന് അപ്രോക്സിമേറ്റ് ഗ്രാഫ്. ഒന്ന് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്. നെഗറ്റീവ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെ വരും? താഴേക്ക് വരും, ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്. പിന്നെ ഉള്ളത് ഇ റേസ്റ്റ് എക്സ് മൈനസ് 1 ആണ്. ഇ റേസ്റ്റ് എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ആണ്, ലൈക്ക് ദിസ്. അപ്രോക്സിമേറ്റ് ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വരും ആ ഗ്രാഫിന്റെ ഇതിങ്ങനെ വരും. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ എന്തിനാ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? 1 1 ആണോ നോക്കാം. അപ്പോൾ 2 പോയിന്റ് കട്ട് ചെയ്യുന്നത് കൊണ്ട് അത് 1 1 അല്ല, പക്ഷെ ഓൺ ടു ആണ്. ഏത് പോയിന്റ് എടുത്താലും കറസ്പോണ്ടിങ് എക്സും വൈ കിട്ടും നമുക്ക്. ഓൺ ടു ആണ്, ബട്ട് നോട്ട് 1 1. ഓപ്ഷൻ 3 is the answer. On to but not 1 1. Okay. Next question. Next. Yes. Find the differential equation. D stands for differential equation of a circle having center on the line y equal to x and passes through the origin is. This is the question. ഒരു റഫ് ഫിഗർ നമുക്ക് നോക്കാം. y equal to x എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ പോകും? ഇതേപോലെ പോകും. ഇതാണ് y equal to x എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. കറക്റ്റ് 45 ഡിഗ്രി കട്ട് ചെയ്ത് പോകും. എവിടെ എടുത്താലും എക്സും വൈയും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെയാണ് സെന്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ സർക്കിൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോകും. അപ്പോൾ ഇത് ജി കോമ ജി തന്നെയായിരിക്കും സെന്റർ, അല്ലെങ്കിൽ ആൽഫ കോമ ആൽഫ, കാരണം രണ്ടും ഈക്വൽ ആയിരിക്കും. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. ഇത് ആൽഫ കോമ ആൽഫയാണെങ്കിൽ ഇത് ആൽഫ ആയിരിക്കും. അപ്പോ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എങ്ങനെ പറയാൻ പറ്റും? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ജിയും എഫും ഈക്വൽ ആവും. -2gx -2fy = 0. ഇതാണ് ആ സർക്കിളിന്റെ ഇക്വേഷൻ. എഫും ജിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ എഫിന് പകരം എന്തെഴുതാം? ജി എന്ന് തന്നെ എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -2gx -2gy = 0. ഇവിടെ റേഡിയസ് എന്ന് പറയുമ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ. ശരിക്കുള്ള ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: എക്സ് സ്ക്വയർ പ്ലസ് വൈ, ശരിക്കുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: എക്സ് മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ = r². ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വരും. അത് റേഡിയസ് സ്ക്വയർ ആയിട്ട് വരും. അത് കട്ടായി പോകും. ഓക്കെ. അപ്പോ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -2gx -2gy = 0. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 2x പ്ലസ് 2y ഇൻറ്റു y ഡാഷ് -2g y ഡാഷ് = 0. ഒരു പാരാമീറ്ററേ ഉള്ളൂ, ജി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇവിടുന്ന് ജി ഫൈൻഡ് ഔട്ട് ചെയ്യാം.
അപ്പോൾ 2 കട്ടായി പോകും. എക്സ് പ്ലസ് വൈ വൈ ഡാഷ് മൈനസ് ജി മൈനസ് ജി വൈ ഡാഷ് ഈക്വൽ ടു 0. എക്സ് പ്ലസ് വൈ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് വൈ ഡാഷ്. Therefore, g is equal to x plus y y dash divided by 1 plus y dash. ഇതാണ് g എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇനി g പാരാമീറ്റർ എലിമിനേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ജി എക്സ് പ്ലസ് വൈ വൈ ഡാഷ് ഡിവൈഡഡ് ബൈ 1 plus y dash minus 2 g x plus y y dash by 1 plus y dash into y equal to 0. ഇത് ഓപ്ഷനിലുണ്ട്. This is the answer. X square plus y square minus 2 into x plus y dash divided by 1 plus y dash into x. X is also here. X is also here. Minus 2g, 2 into again, x plus y y dash by 1 plus y dash into y is equal to 0. This is the equation. Okay, next question. One more question, അത് integration എന്നാണ് question. Integration. Simple question ആണ്. ഫംഗ്ഷൻ ഒന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള question ആണ്. If beta mn is equal to integral 0 to 1 x into 1 minus x raised to m whole raised to n minus 1 dx and a into beta of minus bc equal to integral 0 to 1 minus x raised to 10 whole raised to 20. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം കിട്ടും. നമുക്ക് എമ്മിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് മൈനസ് ബി ആണ്, എൻ ഈക്വൽ ടു സിയുമാണ്. അതവിടെ നിൽക്കട്ടെ. എം ഈസ് ഈക്വൽ ടു മൈനസ് ബി, എൻ ഈസ് ഈക്വൽ ടു സിയുമാണ്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇന്റഗ്രൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കാം. എ ഇൻറ്റു ബീറ്റ ഓഫ് മൈനസ് ബി സി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to 1 മൈനസ് എക്സ് റൈസ് ടു 10 റൈസ് ടു 20 ഇൻറ്റു 1 ഡി എക്സ് എടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? 1 dx ഇൻറ്റു 1 എടുക്കാൻ കാരണം ഇവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 1 മൈനസ് എക്സ് റൈസ് ടു 10 റൈസ് ടു 20 integral of 1, that is x, limit from 0 to 1 minus whole integral of derivative of this function 20 into 1 minus x raised to 10 raised to 19 കഴിഞ്ഞില്ല, minus 10 x raised to 9 into integral of 1, that is x dx. X dx. ഓക്കെ, ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കൂ, 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0, മൈനസ് 0 കൊടുക്കുമ്പോൾ എക്സ് 0 വരുമ്പോൾ ദിസ് വിൽ ബി 0. ഇത് ഈ 10 ഇൻറ്റു 20 ഔട്ട്സൈഡ് എടുക്കാം നമുക്ക്. മൈനസ് 20 മൈനസ് 10 മൈനസ് 20 ദാറ്റ് ഈസ് 200 പ്ലസ് 200 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 to 1 മൈനസ് എക്സ് റൈസ് ടു 10 raised to 19 into x raised to 9, that is x raised to 10 dx. x raised to 10 dx. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. എക്സ് റൈസ് ടു ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു തന്നിരിക്കുന്നത് എക്സ് റൈസ് ടു 10 dx. അതുമായിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ എമ്മിന്റെ സ്ഥാനത്ത് എത്രയാണ് നോക്കിയേ, എം ഈസ് ഈക്വൽ ടു 10, എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 19, എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 19, സോ എൻ ഈസ് ഈക്വൽ ടു 20, ബി ഈസ് ഈക്വൽ ടു മൈനസ് എം, ബി ഈസ് ഈക്വൽ ടു മൈനസ് 10, b is equal to
minus 10. A, this is A. A into this. A is 200. A is 200. The question is A plus B plus C. C is equal to N. A plus B plus C is equal to 200 plus minus 10 plus 20. That is 210. 210. Option 1 is the answer. 210. Okay. Thank you. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെക്ടർ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് മോഡ് വെക്ടർ എ 2 മോഡ് വെക്ടർ ബി ആൻഡ് എ ഈക്വൽ ടു ബി ക്രോസ് സി, ദെൻ ദ മിനിമം വാല്യൂ ഓഫ് മോഡ് സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ. മോഡ് സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ, ഇതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് നിലവിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. മോഡ് സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഈസ് മോഡ് സി സ്ക്വയർ പ്ലസ് മോഡ് എ സ്ക്വയർ മൈനസ് 2a ഡോട്ട് സി. ഓക്കെ, ഇതിനകത്ത് മോഡ് എ സ്ക്വയർ അറിയാം, ദാറ്റ് ബിക്കം 4. മോഡ് സി സ്ക്വയർ അറിയില്ല, എ ഡോട്ട് സി അറിയില്ല. മോഡ് സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ, മിനിമം വാല്യൂ ഓഫ് മോഡ് സി മൈനസ് എ ഹോൾ സ്ക്വയർ. മോഡ് സി സ്ക്വയർ കിട്ടിയാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? അതിന് വേണ്ടിയിട്ട് ഈ ഇൻഫർമേഷൻ ഒന്ന് എടുക്കാം നമുക്ക്. എ ഈക്വൽ ടു ബി ക്രോസ് സി. ഞാനിതിൻ്റെ രണ്ട് സൈഡും ഈ ഇൻഫർമേഷൻ ബി കൊണ്ട് അല്ലെങ്കിൽ സി കൊണ്ട് ഡോട്ട് ചെയ്തു. അപ്പോൾ എ ഡോട്ട് സി സീക്വൽ ടു എ ഡോട്ട് സി സീക്വൽ ടു എ ഡോട്ട് സി ഈക്വൽ ടു ബി ക്രോസ് സി ഡോട്ട് സി. ദിസ് ബിക്കം 0. ബോക്സ് പ്രോഡക്റ്റ് ബോക്സ് ബി സി സി 0. അപ്പോൾ എ ഡോട്ട് സി 0 എന്ന് കിട്ടി. അപ്പോൾ ഈ ടൈം പോയി. ഇപ്പം എത്രയും മതി. ഇനി വെക്ടർ എ ഇസ് ഈക്വൽ ടു ബി ക്രോസ് സി നമ്മളങ്ങ് എടുത്തിട്ട് ഇത് മോഡ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് ബി ക്രോസ് സി ഹോൾ സ്ക്വയർ. അത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലോ
mod a square 4 is equal to mod b square mod c square sin square theta. Mod b square mod c square sin square theta. മോഡ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. മോഡ് ബി 3 അല്ലേ? അപ്പോൾ 4/9 സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. ആര്? മോഡ് സി സ്ക്വയർ. ഇതായിരിക്കും മോഡ് സി സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂവിനെ കുറിച്ചല്ലേ അവരുടെ ക്വസ്റ്റ്യൻ. മിനിമം വാല്യൂ എന്ന് വെച്ചാൽ 4 തന്നെയാണ്, 4ൽ മാറ്റമൊന്നുമില്ല. ഈ മോഡ് സി സ്ക്വയർ എപ്പോൾ മിനിമം ആകുന്നോ then the entire quantity become minimum. മോഡ് സി സ്ക്വയർ എപ്പോൾ മിനിമം ആകും പറയൂ? when mod c square is minimum. This denominator is maximum. What's the maximum denominator? Sin square theta is equal to. This denominator sin square theta is 1. So mod c square is 4/9. അല്ലേ? ഇതിൻ്റെ ഡിനോമിനേറ്റർ മാക്സിമം ആവുമ്പോൾ ആൻസർ മിനിമം ആവും. സോ ആൻസർ ഈസ് 36 + 4 40/9. ദാറ്റ്സ് ദ മിനിമം വാല്യൂ. ക്ലിയർ അല്ലേ? മോഡ് എ മോഡ് ബി തന്നിട്ടുണ്ട്, എ ഈക്വൽ ടു ബി ക്രോസ് സി തന്നിട്ടുണ്ട്. അപ്പം സി മൈനസ് എ ഹോൾ സ്ക്വയർ ആണ് ആവശ്യം. ഞാനതൊന്ന് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ എ ഡോട്ട് സി 0 എന്ന് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. പിന്നെ മോഡ് സി സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ ആ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഒന്ന് സ്ക്വയർ ചെയ്തു. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ജോമെട്രിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവർ പറയുന്നു ABCD എന്ന് പറയുന്ന സ്ക്വയർ ഉണ്ട്. ഓഫ് സൈഡ് 4. ABCD എന്ന് പറയുന്ന സ്ക്വയർ ഉണ്ട്, എല്ലാ സൈഡും 4 ആണ് അല്ലേ? എല്ലാ സൈഡും 4 വരുന്ന ഒരു സ്ക്വയർ ABCD. 4 4 4 4 ABCD and a square AEFG. AEFG. E is the midpoint of AB. AEFG and Fനെ കുറിച്ച് അവർ പറയുന്നില്ല. AEFG is the midpoint of and passes through F. ഇൻഫർമേഷനോടെ തരേണ്ടതാണ്. അത് ആ ക്വസ്റ്റ്യനിൽ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. E is the midpoint of AB ആണ്. AEFG സ്ക്വയർ ആണ്, സൈഡ് 2 ആണ്. AEFG സ്ക്വയർ കിട്ടണമെങ്കിൽ ഇൻഫർമേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വരയ്ക്കാം അല്ലേ? ഇതിൻ്റെ മിഡ് പോയിന്റ് എടുത്തു. AEFG 2 2 2 2. Find the radius of circle which touch BC CD passes through F. Okay. BCയിലും CDയിലും ടച്ച് ചെയ്യണം. BCയിലും CDയിലും ടച്ച് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വെർട്ടെക്സ് കുറച്ചുകൂടെ അങ്ങ് മാറ്റി വരച്ചാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പം കിട്ടും. സെക്കൻഡ്.
ഇങ്ങനെ വരച്ചു, ഇങ്ങനെ, ഇങ്ങനെ, എ പി സി ഡി, എ ഇ എഫ് ജി. ഇ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇ ഇവിടെയായിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് മിഡ് പോയിന്റ് കിട്ടണം. എഫ് ഇവിടെ, ജി ഇവിടെ. ഓക്കെ അല്ലേ? ഇത് 4, 2, 2, 2, 2, 4. Circle which touch BCCD and passes through F. ഇപ്പോൾ 2 തരം സർക്കിളിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന് ഈ സർക്കിൾ, രണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് വലിയ സർക്കിൾ അല്ലേ? ഇങ്ങനൊരു വലിയ സർക്കിൾ ഏതെങ്കിലും, സർക്കിൾ അല്ല, റേഡിയസ് ഓഫ് സർക്കിൾ വിച്ച് ടച്ച് ബോത്ത് ബി സി ആൻഡ് സി ഡി ആൻഡ് പാസസ് ത്രൂ എഫ്. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ റേഡിയസ്, ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ബോത്ത് ദ ആക്സിസിനെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് 6 എന്ന് എടുത്താൽ ഇത് സെൻറ്റർ ബിക്കം R, R. ഓക്കെ, സെൻറ്റർ ബിക്കം R, R. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? സർക്കിളിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ സർക്കിൾ പാസസ് ത്രൂ ആർ. This become radius. X minus r the whole square plus y minus, ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് 2 അല്ലേ, ഇതും 2 അല്ലേ. This point is also 2, 2. This point is also 2, 2. X minus r the whole square plus y minus r the whole square is equal to r square. ശരിയല്ലേ? X minus r the whole square. കാരണം നോക്കൂ, ഈ പോയിന്റ് 2, 2 ആണ്. സർക്കിളിൻ്റെ ബോത്ത് ദി ആക്സിസ്, 2 ആക്സിസിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഡിയസ് ആർ എന്ന് എടുത്താൽ സെൻറ്ററും ആർ. ഇക്വേഷൻ ഇങ്ങനെ വരും. ദിസ് സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ് 2, 2. ദിസ് സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ് 2, 2. അപ്പൊ 2, 2 എന്നുള്ള ഒരു കോർഡിനേറ്റ് നമ്മളിവിടെ കൊടുത്താൽ 2 മൈനസ് ആർ ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 minus r the whole square is equal to r square. Simplify ചെയ്യുക, you get a quadratic equation in terms of r. Find the value of r. That's the radius. Okay. അപ്പോൾ നമുക്ക് r കിട്ടും. It's a quadratic equation in terms of r. Simplify ചെയ്യുക, r ന്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും കോണിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Common chord of a circle C1 and C2. What is equation of common chord? Equation of a common chord. Two circle. One is S1 is equal to 0 and another is S2 is equal to 0. Common chord is S1 minus S2 is equal to 0. So our first equation, ഒന്ന് expand ചെയ്യൂ. S1 എന്ന് പറയുന്നത് x square plus y square minus 2x minus 2y plus 1 is equal to 0. ഒരു 1 ക്യാൻസൽ ആയി പോകും. ഇവിടെ നെക്സ്റ്റ് സർക്കിൾ x square plus y square plus 2x minus 3 is equal to 0. Plus 1 വരും, 4 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ minus 3 equal to 0. S1 minus S2 0, 0 minus 2x minus 2x ഇങ്ങനെ വിളിക്കാം അല്ലേ? 2x minus 2x plus 4x plus 2y minus 3 minus 1 minus 4 is equal to 0. So 2x plus y is equal to 2.
equation of common chord. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? Find the square of the distance of P. Yes. This common chord intersects the y-axis at P. So what's the point P? Intersects the y-axis. That means x coordinate becomes 0. Then what is y coordinate? Put x equal to 0, y is equal to 2. This is the point P. Then find the square of the distance of P from center of C1. What is center of C1? 1, 1. Then what is its distance? Root of 1 square plus 1 square. That become root 2. Its square. Find the square of the distance of P from center of C1. Take its square. So answer become 2. Okay. അടുത്ത question. Sorry. ഓക്കെ, നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നൊരു ക്വസ്റ്റൻ ഉണ്ട് ഈ ഷിഫ്റ്റിൽ. കോംപ്ലക്സ് നമ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ആദ്യത്തെ S1 mod z less than or equal to 5, second curve real part of z greater than or equal to 0, and imaginary part of e complex number greater than or equal to 0. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിഗർ വരയ്ക്കാം. ഓരോ റീജിയനും എന്താണെന്ന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. ഫിഗർ വരയ്ക്കട്ടെ. അപ്പോൾ എന്താ മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5? നമുക്ക് മോഡ് സെറ്റ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ. മോഡുലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ സർക്കിളാണ്, 5 യൂണിറ്റ്സിന്റെ സർക്കിൾ. അപ്പോൾ ഇത് ഇതിനകത്ത് വരും അല്ലേ. മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എൻ്റയർ റീജിയൻ ഇൻസൈഡ് ദിസ് സർക്കിൾ, എൻ്റയർ റീജിയൻ ഇൻസൈഡ് ദിസ് സർക്കിൾ, എൻ്റയർ റീജിയൻ ഇൻസൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇനി റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഈ റീജിയൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, റീജിയൻ ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ഈ റീജിയൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് പ്ലസ് 1 മൈനസ് റൂട്ട് 3i ബൈ 1 മൈനസ് റൂട്ട് 3i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്തിട്ട് ഇമാജിനറി പാർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, നമുക്കത് ഇവിടെ ചെയ്യാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് പ്ലസ് 1, അപ്പോൾ ഇവിടെ 1 പ്ലസ് റൂട്ട് 3 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാം. ഇതിൽ അടിയിലൊക്കെ എന്താ വരുന്നതെന്നുള്ളത് നോക്കണ്ട, കാരണം നമുക്ക് ജസ്റ്റ് ഇമാജിനറി പാർട്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാട്ട് എവർ കംസ് റിയൽ പാർട്ട് വരുന്നതൊന്നും മാറ്റർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സ്ട്രിക്ട്ലി നമുക്ക് ഇമാജിനറി പാർട്ട്, അതും അതിൻ്റെ സൈൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഡിനോമിനേറ്റർ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. 1 പ്ലസ് റൂട്ട് 3i ഇൻറ്റു സെഡ് പ്ലസ്, നിങ്ങൾ നോക്കിയാൽ 1 മൈനസ് റൂട്ട് 3i. എഗെയിൻ ഇവിടെ 1 മൈനസ് റൂട്ട് 3i വന്നു. സോ ഇതിനകത്ത് ഇത് ഓൾറെഡി എന്താവും? ഈ മൾട്ടിപ്ലിക്കേഷൻ, ഇത്രയും പോർഷൻ ഞാൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഓൾറെഡി റിയൽ ആണ് അല്ലെ. 1 പ്ലസ് റൂട്ട് 3iയും 1 മൈനസ് റൂട്ട് 3iയും മൾട്ടിപ്ലൈ ചെയ്ത റിയൽ നമ്പർ കിട്ടുക. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇമാജിനറി പാർട്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് മാത്രമേ പ്രൂവ് ചെയ്യണ്ടോ, അല്ലെങ്കിൽ അത് അതിൻ്റെ റീജിയൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ ഇത്രയും പോർഷൻ എടുക്കുന്നത് സെഡ് ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3i. ഇനി സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് y എന്ന് കൊടുത്തു. അപ്പോൾ 1 പ്ലസ് റൂട്ട് 3i ഇൻറ്റു എക്സ് പ്ലസ് iy. ഇനി നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഐസൊലേറ്റ് ചെയ്യാം. നിങ്ങൾ ഇമാജിനറി പാർട്ട് എന്ത് വരും നോക്കുക. എക്സ് റിയൽ ആയിരിക്കും, ബാക്കി എന്താ വരിക? ഇമാജിനറി പാർട്ട് റൂട്ട് 3x വരും, പിന്നെ y വരും. അപ്പോൾ കണ്ടീഷൻ എന്താ? ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കർവും അല്ലെങ്കിൽ മൂന്നാമത്തെ റീജിയനും കിട്ടി. മൂന്നാമത്തെ റീജിയൻ ഇസ് മെയ്ഡ് ബൈ ദിസ് ലൈൻ റൂട്ട് 3x പ്ലസ് y ഈക്വൽ ടു 0.
അത് നമ്മുടെ പ്ലെയിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പാർട്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പാർട്ട് എന്ന് പറയുമ്പോൾ എവിടെ വരും? ദിസ് റീജിയൻ അല്ലേ? അപ്പോൾ ഇത് എങ്ങനത്തെ ലൈൻ ആയിരിക്കും ഇത്? y പ്ലസ് √3x. നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ? നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ഓക്കെ, സംതിങ് ലൈക്ക്. അപ്പോൾ ഈ റീജിയൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഈ റീജിയൻ വരും. ഈ റീജിയൻ എൻ്റെ റീജിയൻ അല്ലേ? ഇതിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ബേസിക്കലി നമുക്ക് ഫൈനലി വേണ്ട ഏരിയ എന്താ? ഫൈനലി വേണ്ട ഏരിയ എന്താണെന്ന് മനസ്സിലായോ? ഫൈനലി വേണ്ട ഏരിയ ഇതാണ്. ഫൈനലി വേണ്ട ഏരിയ ഞാൻ ഈ യെല്ലോയിൽ കൊടുക്കുന്ന റീജിയൻ. ഓക്കെ, ഈ ഒരു സെക്ടറിൻ്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സെക്ടറിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ സെക്ടറിൻ്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഈ സെക്ടറിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് സെക്ടറിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താ? സെക്ടറിൻ്റെ ഏരിയയുടെ ഫോർമുല എന്ത് ചെയ്താൽ മതി? സോറി, r² θ/2. പുട്ട് തീറ്റ ഇൻ റേഡിയൻസ്. അപ്പോൾ നമുക്ക് സെക്ടറിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ തീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ലൈനിൻ്റെ സ്ലോപ്പ് -√3. -√3 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞു ഈ ആംഗിൾ 120 ആയിരിക്കും അല്ലേ? ഈ ആംഗിൾ 120 ആയിരിക്കും. സോ ഈ ആംഗിൾ അപ്പോൾ 60 ആവും. ഈ ആംഗിൾ 30 ആവും. ഇത് 90 ആണ്. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ നമുക്ക് 150 വരും. 150 ഡിഗ്രി അല്ലെങ്കിൽ 5π/6 വരും. ടോട്ടൽ ആംഗിൾ ഓഫ് ദ സെക്ടർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 90 + 60 150 വരും. അതായത് 5π/6. ഇനി ഡയറക്റ്റ് ഇതിനകത്ത് ഇട്ടാൽ മതി. r² θ/2. നമുക്ക് r എന്താ? r = 5. അപ്പോൾ 5² θ/2. 5π/6 ഒരു /2 ഉണ്ട്. അപ്പോൾ 125 π/12 എന്ന് വരും. ഓക്കെ, ഇതും സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏതൊന്നും കണ്ട് പേടിക്കേണ്ട. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത റീജിയൻസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. ഈ സെക്ടറാണ് കിട്ടുക. ആ സെക്ടറിൻ്റെ ഏരിയ പിന്നെ നമുക്ക് സെക്ടറിൻ്റെ ഏരിയയുടെ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വിൽ ബി ബ്രിങ്ങിങ് മോർ ക്വസ്റ്റ്യൻസ് ടുമോറോ. അടുത്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവരും. സോ മാക്സിമം ഈ സീരീസ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ അടുത്ത ഡേയ്സിലെ എക്സാമിലുള്ള കുട്ടികളൊക്കെ മാക്സിമം ഇത് കാണുക. കാരണം നമ്മൾ കാണുന്നൊരു പാറ്റേൺ അല്ലേ, സെയിം പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യൂസ് ദിസ് effectively. Thank you. Bye. We'll meet tomorrow. Bye.